നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഈ പണ്ടുള്ളവർ പറയും, കുടലെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പൂവാണെന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾ. നമ്മൾ എത്രത്തോളം സത്യസന്ധനായി ജീവിക്കണമെന്ന് വിചാരിച്ചാലും ചിലർക്ക് തോന്നും, നമ്മൾ സത്യസന്ധനായി ജീവിക്കുന്നില്ലല്ലോ, അതുപോലെ തന്നെ ആയിരിക്കും യവനും എന്ന് വിചാരിക്കുന്ന സംശയാലുക്കളുണ്ട്. ഒരാളിനെ പറ്റിക്കാതെ, ഒരാളിൻ്റെ നിന്ന് വേർക്കാതെ കാശ് വാങ്ങി അങ്ങനെയൊന്നും ജീവിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒന്നാമത് നമുക്കങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകണം നന്നായിട്ട് എന്നുള്ളതല്ലാതെ അവിഹിതമായി ആരെയെങ്കിലും കാശടിച്ചു മാറ്റണമെന്നോ, അല്ലെങ്കിൽ ഏത് വഴിയിലൂടെ ആയാലും ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കാശുണ്ടാക്കുകയാണ് എന്നുള്ളൊരു ചിന്തയില്ലാത്ത ആളാണ് ഞാൻ. അതിലെനിക്ക് നിരാശയുമില്ല. പക്ഷേ നമ്മളെന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചാൽ അതിൽ പിടിച്ചിട്ട് യവൻ നമ്മളെപ്പോലെ തന്നെ, യവനും ഞാൻ ഫ്രോഡാണ്, ഈ ദിനേശും ഫ്രോഡ് തന്നെ, അയാൾ അല്ല എന്ന് ചുമ്മാ പറയുന്നതാണെന്ന് തോന്നുന്ന ചിലരുണ്ട്. എൻ്റെ കുഴപ്പമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്നോട് ഒരുപാട് പേര് പറഞ്ഞാണ്, ദിനേശേ കൂടുതൽ സത്യസന്ധനാകരുത്, നീ നിൻ്റെ ചാനലിൽ എന്തിനാണ് ഈ ഫോൺ നമ്പർ കൊടുത്തത് എന്ന് പലരും ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചാനലിനെ കുറിച്ച് ഈ വിഷയം അടുത്ത് താങ്കൾ ഇങ്ങനെ ഒരു വിഷയം ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ആ നമ്പർ വിട്ടത്. കാരണം ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇന്ത്യൻ സമയം രാത്രി 12 മണി വരെ ഞാൻ ഫോൺ എടുക്കുന്ന ആളുമാണ്. അതിൻ്റെ മറ്റ് കഥകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. ഞാനിപ്പോൾ ആമുഖമായി ഇത്രയും പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഒരുത്തൻ വിളിക്കുന്നു. അടിമാലിയിൽ നിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ആഷിഖ് എന്നാണ് പേരെന്ന് തോന്നുന്നു. അയാളുടെ നമ്പർ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. നമ്മുടെ ഈ കാണുന്ന 1,70,70,000 കഴിഞ്ഞല്ലോ, 7907735494 ഇതാണ് അവൻ്റെ നമ്പർ. 7907735494. ആദ്യമൊക്കെ അവൻ നന്നായിട്ട് സംസാരിച്ചിട്ട് അവന് 1-2 സംശയങ്ങളെ അറിയാനുള്ളൂ. എങ്ങനെ ജീവിക്കുന്നു താങ്കൾ, സിനിമയും സീരിയലൊന്നും ചെയ്യാതെ എങ്ങനെ ജീവിക്കുന്നത്, വാടക വീടെന്ന് പറയുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, നമുക്ക് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല, ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയാനറിയാം. ഓ അത് ശരിയാണ്. നിങ്ങൾക്ക് മാസം തോറും ദിലീപ് എത്ര രൂപ തരും? ഞാൻ പറഞ്ഞു, മോശമില്ലാത്ത ഒരു തുക മാസം എത്താറുണ്ട്. എന്നാലും എത്ര വരും? അങ്ങനെ അത് നിങ്ങളുടെ പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല പിന്നെ അതുകൊണ്ടാണോ ജീവിതം? ഞാൻ പറഞ്ഞു, അത് മാത്രം കൊണ്ടാണ് ഇപ്പം ഞാൻ ജീവിക്കുന്നത്, ദിലീപ് തരുന്ന കാശ് കൊണ്ടാണ് ജീവിക്കുന്നത്. അല്ല നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വലിയ വരുമാനമില്ലേ? ഞാൻ ഇല്ല, വലിയ വരുമാനം. നമ്മുടെ നമ്പർ കൊടുത്തിരിക്കുന്നതിൻ്റെ ഒരു ദോഷമാണ് ഞാൻ പറയണേ. അല്ല ഈ ഒരു നിർമ്മാതാവോ സംവിധായകനോ എന്തോ ഒരുത്തയില്ലേ അങ്ങോട്ട്, അതാര്? ആ ബാലചന്ദ്രകുമാർ. ഞാൻ അയാൾ റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചപ്പോൾ പൊതുജനത്തിന് മനസ്സിലായി ദിലീപ് ആണ് ഈ കേസ് ചെയ്തത്. നിങ്ങൾക്ക് എന്തുകൊണ്ടോ അത് മനസ്സിലാവുന്നില്ല. പിന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് വേറൊരാളിൻ്റെ, എറണാകുളത്തുള്ള എൻ്റെ പഴയ സുഹൃത്തും പിന്നെ ഇപ്പോൾ എന്നെ നിരന്തരമായി കുറച്ച് കാലം തെറി വിളിച്ചിരുന്നു, ഇപ്പോൾ വിളിക്കുന്നില്ല. അയാൾ പറഞ്ഞിട്ടല്ല കേട്ടോ ഞാൻ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, അയാൾ പറഞ്ഞിട്ടായാലും കുഴപ്പമില്ല, അയാളുമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പരിചയം? ഞാൻ പറഞ്ഞു, ഞങ്ങൾ വർഷങ്ങളായി ഒരേ സിനിമയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, വർഷങ്ങളായി പരിചയമുണ്ട്, എൻ്റെ നല്ല സുഹൃത്താണ്. എവിടെയോ വെച്ച് അവനൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുകയോ, എവിടെയോ വെച്ച് ദിലീപിന് വേണ്ടി സംസാരിക്കുന്ന ദിനേശിനെ ശത്രുവായി കാണണം, ശത്രുപക്ഷം നിർത്തണം, പിന്നെ ബാലേന്ദ്രകുമാർ ഒറ്റയ്ക്ക് ഇരുന്ന് എൻ്റെ കൈ ഒടിക്കണം, കാലൊടിക്കണം, വെട്ടിക്കളയണം എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാനതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. കാരണം ഞാൻ ഇപ്പോഴും അവൻ്റെ മനസ്സുകൊണ്ട് എനിക്കിഷ്ടമാണ്. ഓ അത് ശരി. അല്ല അയാൾ പറഞ്ഞിട്ടല്ല കേട്ടോ ഞാൻ വിളിക്കുന്നത്. ആരെങ്കിലും പൈസ ഉണ്ടോ? അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറില്ല, ഞങ്ങൾ സുഹൃത്തുക്കളല്ലേ, എത്രയോ വർഷത്തെ സുഹൃത്തുക്കളെ. വിളിച്ചാലും കുഴപ്പമില്ലെന്ന്, എനിക്ക് കുഴപ്പമില്ല. അപ്പോഴെപ്പോഴാ ഇങ്ങനെ പഞ്ചസാര മധുരം ഉള്ളതെന്ന് ബ്രാക്കറ്റ് എഴുതണ്ട, പറഞ്ഞോളൂ. അല്ല, ദിലീപ് പൈസ തന്നിട്ടാണെങ്കിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് അറിയാം. അതെ, എന്നാലും വളരെ മോശമാണ്. അതൊന്നുമില്ല. പൈസ അല്ലേ?
അതാ പറഞ്ഞത്, പൈസ തന്നിട്ട് പെൺകുട്ടി ഇത്ര മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ടിട്ട് ആ കുട്ടിയെ കുറിച്ച് സംസാരിക്കാതെ. കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞില്ല. അവൾ എന്റെ പടത്തിലെ നായികയല്ലേ. ഞാൻ പറയട്ടെ, എന്നാലും ദിലീപ് ഈ ചെയ്തില്ല എന്ന് മറ്റേ ഇവൻ പറയണ്ടല്ലോ, വളരെ വ്യക്തമായിട്ട് പറയണ്ടല്ലോ, ഓരോ തെളിവ് സഹിതം. ആര്? നമ്മുടെ അതിന്റെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നല്ലോ, ഇവന്റെ വീട്ടിലുണ്ടായിരുന്ന ഈ റെക്കോർഡൊക്കെ ചെയ്ത് ബാലേന്ദ്രകുമാർ. ആ ആ ആ ബാലേന്ദ്രകുമാർ വളരെ പരിചയക്കാരനാ, എനിക്ക് നല്ല പരിചയക്കാരൻ. ബാലേന്ദ്രകുമാർ വളരെ വ്യക്തമായിട്ട് എല്ലാം റെക്കോർഡ് ചെയ്ത് വന്നിട്ട് പബ്ലിക്കിനോട് പറഞ്ഞപ്പോ പബ്ലിക്ക് മനസ്സിലായി. ശാന്തികുള ദിനേശിന് മനസ്സിലായിട്ടില്ല, രാഹുൽജിക്ക് മനസ്സിലായുള്ളൂ. അത്രയും ബുദ്ധി ഇല്ലാത്തോണ്ടാണ്. എനിക്ക് അത്രയും ബുദ്ധിയില്ല. ബുദ്ധിയില്ലാന്നും പറയില്ല. നിങ്ങളൊരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സീരിയൽ ഡയറക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇത്ര ആൾക്കാർ പോപ്പുലർ ആണ്, ഇത്ര ആയി നിൽക്കുന്ന നിങ്ങൾക്ക് ബുദ്ധിയില്ലാന്ന് പറയരുത്. പക്ഷെ നിങ്ങൾക്ക് നല്ല കാശ് കിട്ടുന്നുണ്ട് മറ്റേ ദിലീപിന്റെ അല്ലേ? ഇപ്പൊ 6-7 വർഷമായിട്ട് ഞാൻ ഒരു പണിയും ചെയ്യാതെ നന്നായിട്ട് ജീവിക്കുന്നത്. അതിനെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടല്ലോ. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് ദിലീപ് അതല്ല. അപ്പൊ പിന്നെ നിങ്ങൾ സംസാരിച്ചിട്ട് കാര്യമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് വേണ്ട, ഞാൻ എന്താ പറയുക, ഈ കോഴി മോഷിച്ചവൻ്റെ തലയിൽ ചകിരി കാണുമെന്ന് പറഞ്ഞപ്പം ഏയ് എൻ്റെ ഇല്ല എന്ന് പറഞ്ഞ് തടവി നോക്കി എന്ന് പറഞ്ഞ പോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് അവൻ അങ്ങനെ പറയുന്നുണ്ട്. അയാൾ പറഞ്ഞിട്ടല്ല കേട്ടോ ഞാൻ വിളിക്കുന്നത്, അവനായിക്കോട്ടെ. അപ്പോൾ എന്നാലും പറയൂ, നിങ്ങൾക്ക് എത്ര രൂപ തരുന്നുണ്ട് ദിലീപ്? ഞാൻ അത് പറയാൻ പാടില്ല. പെൺകുട്ടികളുടെ പ്രായവും ആണുങ്ങളുടെ ശമ്പളവും ചോദിക്കരുത്. എനിക്ക് മാസം മാസം കൃത്യമായിട്ടൊരു തുക എത്തിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ജീവിക്കുന്നത്. നിങ്ങൾ ബുദ്ധിയില്ലാത്ത ഒരാളൊന്നുമില്ല കേട്ടോ. അത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ അറിയാം, നിങ്ങൾ നല്ല അപാര ബുദ്ധിയുള്ളവനാണ്. പിന്നെ അതുകൊണ്ട് നിങ്ങൾ എന്നെ മണ്ടം കളിപ്പിക്കേണ്ട, നിങ്ങൾ ബുദ്ധിപൂർവ്വമാണ് കാര്യങ്ങൾ നീക്കുന്നതെന്നറിയാം എന്നൊക്കെ പറഞ്ഞാൽ അവൻ കുറേ നേരം സംസാരിച്ചു. ഈ പൈസ എങ്ങനെയാണ് ഞാൻ നേരിട്ട് കൊണ്ടുതരികയാണ് ചെയ്യണം. അക്കൗണ്ടിലിട്ട് തരുമോ? ഞാനില്ല, അക്കൗണ്ടിലിട്ടാൽ തെളിവാവില്ലേ. അതുകൊണ്ട് ഒരു 1-ാം തീയതിക്ക് 5-ാം തീയതിക്ക് ഇടയിൽ ഒരാളിൻ്റെ കൊടുത്തയക്കും, മാസം എനിക്ക് എത്തിക്കുകയാണ്. ഓ അത് ശരി. 6-7 വർഷമായി ജോലിയില്ലാതെ എങ്ങനെ ജീവിക്കണം നിങ്ങളിപ്പോൾ സീരിയലും സിനിമയൊക്കെ ചെയ്തിട്ട് 6-7 വർഷമായില്ലേ. ഞാൻ പറഞ്ഞ് ഞാനങ്ങനെ ജീവിച്ചു പോകണമെന്നേ. നിങ്ങൾ അപാര ബുദ്ധിമാനാണ്. ഞാനൊരു മണ്ടനാണെന്നേ. അല്ല, നിങ്ങളുടെ സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നു മാസം ദിലീപ് പൈസ തരുന്നു. അപ്പോൾ പിന്നെ ഇനി നിങ്ങളുടെ ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അവൻ ഫോൺ കട്ട് ചെയ്തു. അല്ല, അവനല്ല, ഞാൻ കട്ട് ചെയ്തു, അങ്ങനെ കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ. പക്ഷേ വീണ്ടും 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 ഈ ചങ്ങാതി എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. 790 773 54 94 എന്ന് പറഞ്ഞ നമ്പറിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആ നമ്പർ അങ്ങ് കൈമാറാം. നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഇവൻ്റെ സംശയം തീർത്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് തീർത്തു കൊടുക്കും. അല്ല ഞാൻ എന്ത് ചെയ്യാനെന്നേ. ഇങ്ങനെയുള്ള കുറേ ബോറന്മാരുണ്ടെന്നാണ് നമ്മളെ നാട്ടിൽ. ഇവർ വിചാരിക്കുന്നത് എന്തിലും ഏതിലും പൈസയ്ക്ക് വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ജീവിതമെന്ന് പറഞ്ഞാൽ പൈസയാണ് അവസാന വാക്ക് എന്നൊക്കെ വിചാരിക്കുന്ന മണ്ട ശിരോമണികളെന്ന് ഞാൻ പറയും. ഇവിടെ ഒരു കൊറോണയ്ക്ക് അല്ലെങ്കിൽ ഒരു തമിഴിൻ്റെ പാണ്ടി ലോറിക്ക് മതി നമ്മുടെ ജീവിതം തീരാൻ. അതുകൊണ്ട് കാശേ എന്ന് പറഞ്ഞ് നടക്കാതെ എല്ലാവരും കാശിന് വേണ്ടി ഏത് വഴിവിട്ട ജീവിതവും നയിക്കും എന്ന് വിചാരിക്കാതെ, കാശൊന്നുമല്ല അവസാന വാക്ക്, അല്ലാതെ തന്നെ അന്തസ്സായിട്ട് ഉള്ളതുകൊണ്ട് ജീവിക്കാൻ കഴിയുമെന്നും ആദ്യം തെളിയിക്കും. ഞാനങ്ങനെയാണ്. ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞിട്ടില്ലേ, വീട്ടിനടുത്തുള്ള ആരോ പറഞ്ഞു കൊടുത്തു, സിനിമാക്കാരനാണ്, കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസൊക്കെ ഉള്ളവരാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വെള്ളക്കാർഡാണ്, റേഷൻ കാർഡ്. നമുക്ക് സ്വന്തമായൊരു വീട് പോലും ഇല്ലയെന്ന് ഞാൻ വീണ്ടും പറയണ്ടല്ലോ. അപ്പോൾ വെള്ളക്കാർഡുകാരന് മെസ്സേജ് വരും ഫോണിൽ, ഈ മാസം 10 രൂപ 90 പൈസയ്ക്ക് നിങ്ങൾക്ക് 6 കിലോ അരി ലഭിക്കുന്നതാണ്. ഞാൻ 6 കിലോ വാങ്ങിയിട്ട് അവിടുന്ന് 10-20 കിലോ കൂടെ വാങ്ങിക്കും. അപ്പോൾ അവർ 20 രൂപയ്ക്കോ 25 രൂപയ്ക്കോ ഒക്കെ തരും. പലരും പല വിലയാണ്. ഇത് വാങ്ങിയാണ് ഞങ്ങൾ സത്യത്തിൽ ചോറ് വയ്ക്കുന്നത്. ഈ 20-25 കിലോ വാങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പാറുവിന് ഒരു 3 നാഴി അരി എന്തോ വേണം, ഒരു ചരുവത്തിൽ വയ്ക്കാനേ, മത്തിയുടെ കൂടെ വയ്ക്കാനായിട്ട് വേണം. ഞങ്ങൾക്കൊരു 1/2 ഗ്ലാസ് അരിയിലുള്ള ചോറ് മതി, എനിക്കും സിന്ധുവിനും കൂടി. മകനാണെങ്കിൽ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് വേണ്ടല്ലോ. ഞങ്ങളിതൊക്കെ കൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്ന ആളുകളാണ്. അല്ലാതെ സമ്പന്നതയിൽ എന്താ പറയുക, താജിലോ അല്ലെങ്കിൽ മസ്കറ്റ് ഹോട്ടലിലോ ചെന്ന് രാത്രി ഭക്ഷണം കഴിക്കുക, അതൊന്നുമില്ല. ഉള്ളത് കൊണ്ട് വീട്ടിൽ വച്ച് സുഖമായി ജീവിക്കുന്ന ആളാണ്. പക്ഷേ ഈ പറഞ്ഞ ഈ അടിമാലിക്കാരനെ പോലുള്ള ബോറന്മാർ വിചാരിക്കുന്നത് ഏത് ഹീന കൃത്യങ്ങൾ ചെയ്തും പൈസ എന്നുണ്ടാക്കുന്ന നമ്മളെപ്പോലെയാണ് ദിനേശ് എന്നാണ് വിചാരിക്കുന്നത്. അതാണ് പ്രശ്നം. ദിനേശ് ആ കളിയിൽ കയറില്ല. ദിനേശിന് പൈസ അല്ല പ്രശ്നം. പൈസയായിരുന്നു പ്രശ്നമെങ്കിൽ ഞാൻ ഇതിലേക്ക് എത്ര സിനിമ ചെയ്തനെ, എത്ര സീരിയൽ ചെയ്തനെ. അല്ല, ജീവിതത്തിൽ പൈസ അല്ല എൻ്റെ അവസാന വാക്ക്. ആണായിട്ട് ജീവിക്കണം എന്നാണ് എൻ്റെ അവസാന വാക്ക്. ഇവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയുകയല്ല.
ഏറ്റവും ചുരുങ്ങിയത് 1 വർഷമെങ്കിലും ആയിക്കാണ് ഞാൻ ദിലീപുമായിട്ടൊന്ന് ഫോണിൽ പോലും സംസാരിച്ചിട്ട്. 1 വർഷത്തിലധികം. കാരണം അയാൾ ഒരുപാട് സിനിമകളുടെ തിരക്കുകളും കാര്യങ്ങളുമായിട്ട് അയാളും പോയി, ഞാൻ യൂട്യൂബിൻ്റെ തിരക്കുകളുമായിട്ട് പോകുന്നു. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൊതുവായി സംസാരിക്കാൻ വിഷയങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിളിയൊന്നുമില്ല. പ്രത്യേകിച്ച് ഞാൻ അയാളെ വിളിക്കാറില്ല, എന്നെയാണ് വിളിക്കാറ്. എന്നെ ഒരു 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 വർഷത്തിലധികമായി വിളിക്കാറില്ല. എന്താ ദിലീപേ നിങ്ങൾ എന്നെ വിളിക്കാത്തതെന്ന് ഞാൻ ചോദിക്കാറുമില്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാണ്. എന്തായാലും ദിലീപ് എത്ര മാസം തോറും കാശ് തരുന്നു എന്ന് ചോദിച്ചാൽ ഈ സുഹൃത്തിനെ വിളിച്ചൊന്ന് നിങ്ങൾ സംസാരിച്ചേക്കും. എനിക്ക് രസം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതുപോലെ കൊടുത്ത നമ്പർ കൊടുത്ത എന്നെ ഇതുപോലെ വിഷമിപ്പിക്കാൻ നോക്കിയവന്മാരെല്ലാം ഫോൺ നമ്പർ മാറ്റിയിട്ടുണ്ടാവുമാർ. കാരണം ഒരു 4-5 ദിവസം ഉറക്കം കെടുമ്പോൾ അതാണ് ഞാൻ കൊടുക്കുന്ന ശിക്ഷ. എന്തായാലും ഈ നമ്പർ കുറിച്ച് വെച്ചേക്കൂ: 790 773 54 94. ഓക്കെ. നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം വളരെ സീരിയസ് ആയ ഒരു സബ്ജക്റ്റാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നിങ്ങൾക്ക് തോന്നാം. മലയാള സിനിമ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ സിനിമ മുഴുവൻ മദ്രാസിൽ ക്രോഡീകരിച്ചിരിക്കുന്ന സമയം, കഷ്ടപ്പെട്ടുണ്ടാക്കാത്ത കാശുകളുമായി, കോടിക്കണക്കിന് കാശുകളുമായി മദ്രാസിൽ വന്ന് സിനിമാ പിടുത്തവും വ്യഭിചാരവും ഗുണ്ടായിസവും ഒക്കെ ആയിട്ട് വെള്ളമടിച്ച് ഞങ്ങൾ പറയുന്ന പോലെ ബാക്കിയുള്ളവന്മാർ ഞങ്ങളുടെ വീട്ടുജോലിക്കാരെ കയറ പോലെ പെരുമാറണമെന്നൊക്കെ വിചാരിച്ച ഒരുപാട് പേര് മദ്രാസിൽ താമസിച്ചിട്ടുണ്ട് വർഷങ്ങളോളം. അത് തെലുങ്കന്മാരുണ്ട്, കന്നഡക്കാരുണ്ട്, തമിഴന്മാർ അവിടെ തന്നെ ഉണ്ടല്ലോ, മലയാളികളും ഉണ്ട് കുറച്ച് പേര്. മലയാള സിനിമയിൽ നിങ്ങൾക്കറിയാലോ, മലയാള സിനിമയിലെ തുടക്കകാലത്ത് കൈബലമുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെ ചിലരെല്ലാം അപ്രമാദിത്വം കാണിച്ചിരുന്നു മലയാള സിനിമയിൽ. ഇനി എന്തൊക്കെ പറഞ്ഞാലും മലയാള സിനിമയ്ക്ക് കനപ്പെട്ട സംഭാവനകൾ നൽകിയവർ പോലും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഏത് ഹീനകൃത്യങ്ങളിലൂടെയും സാധിക്കാൻ ശ്രമിച്ചിരുന്നു, വിജയിച്ചിരുന്നു. അവർ എതിർക്കേണ്ടവർ പോലും കണ്ണടച്ച് കളയും, അല്ലെങ്കിൽ ഞാനത് കണ്ടില്ല എന്നുള്ള രീതിയിൽ കണ്ണടച്ച് കളയുമായിരുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പറയാൻ. അത് ആലപ്പുഴയിലെയും തിരുവനന്തപുരത്തെയും സ്റ്റുഡിയോ വെച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. രണ്ടും ഭയങ്കര കുടിപ്പൊക്കെ ആയിരുന്നില്ലേ, ഉദയയും മെരിലാൻഡുമായിട്ട്. മെരിലാൻഡിൽ അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമയെക്കുറിച്ചൊരു ചർച്ച നടക്കുന്നതിൽ ഇവിടെ ചാരനുണ്ട് ആലപ്പുഴയിൽ അറിയിക്കാനുള്ള. അങ്ങനെയൊക്കെയാണ് ഈ ഭക്തകുചലിയും കൃഷ്ണകുചലിയൊക്കെ ഒന്നിച്ച് വന്നത്. ഒരുപാട് അനാരോഗ്യകരമായ മത്സരങ്ങൾ നടന്ന ഫീൽഡായിരുന്നു ഒരു കാലത്ത്. വാസ്തവത്തിൽ ഇപ്പോൾ മലയാള സിനിമയിൽ അതില്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇപ്പോൾ ഉള്ള പുതിയ ജനറേഷനായാലും ശരി, പഴയ ജനറേഷനായാലും ശരി, അങ്ങനെ പരസ്പരം പാര വയ്ക്കുന്നവരോ ഗുണ്ടായിസം കാണിക്കുന്നവരോ തെമ്മാടികളോ ഒക്കെ കുറവാണ്. പക്ഷെ പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. തിരുവനന്തപുരത്ത് ഒരു ധനാഢ്യനുണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. കുളത്തുങ്കര പോത്തൻ എന്ന് പറഞ്ഞ ഒരു വലിയ ധനാഢ്യൻ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ ഒരുപാട് പിൻബലവും ഒക്കെ വെച്ചായിരിക്കണം ബെൻസിൻ്റെ തിരുവനന്തപുരത്തെ ഏജൻസിയൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുളത്തുങ്കൽ പോത്തൻ്റെ 3 മക്കളുണ്ട്. മൂത്ത മകൻ മോഹൻ, രണ്ടാമത്തത് ഹരിപ്പോത്തൻ, മൂന്നാമത്തത് പ്രതാപോത്തൻ. പ്രതാപോത്തൻ കുട്ടിയായതുകൊണ്ട് എന്താ പറയുക, ബോർഡിങ്ങിലൊക്കെ നിന്ന് പഠിച്ച ആളാണ്. ഈ മോഹൻ പോത്തനും ഹരിപ്പോത്തനും സിനിമ എടുക്കാനായിട്ട് ഈ ബെൻസിൻ്റെ ഏജൻസിയൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ അവർ കുറേ കാശുമായിട്ട് മദ്രാസിൽ പോയി. അതിൽ മോഹൻ പോത്തനും കുഴപ്പക്കാരനായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തെക്കാൾ കുഴപ്പക്കാരനായിരുന്നു ഹരിപ്പോത്തൻ. ഒരുപാട് ഹരിപ്പോത്തൻ്റെ കഥകളുണ്ട്. മലയാള എന്താ പറയുക, മദ്രാസിൽ കാലുകുത്തിയ മലയാള സിനിമാ പത്രപ്രവർത്തന രംഗത്തുള്ള പലരെ പറ്റിയും ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നടിയുടെയോ നടൻ്റെയോ ഫാൻസ് അസോസിയേഷൻ പ്രസിഡൻ്റ് ആകാതെ, അല്ലെങ്കിൽ അവരുടെ മാസശമ്പളം വാങ്ങാതെ മലയാളത്തിൽ ആദ്യമായിട്ടൊരു നട്ടലുള്ള പത്രപ്രവർത്തകൻ, ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇവിടെ പലരും അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ പോലും പിന്നീട് പറഞ്ഞു, ഈ ആവശ്യമില്ലാതെ നാനയുടെ മദ്രാസ് പ്രതിനിധിയായി പോയ ആൾ സിനിമാക്കാരെ മുഴുവൻ ശത്രുപക്ഷത്ത് നിർത്തി. മുഴുവനൊന്നും ശത്രുപക്ഷത്ത് നിർത്തിയിരുന്നില്ല. ശത്രുപക്ഷത്ത് നിർത്തേണ്ടവന്മാരെന്ന് തോന്നിയ, അല്ലെങ്കിൽ നിർത്തേണ്ടവളെന്ന് തോന്നിയവരെ മാത്രമേ മധുവൈപ്പന ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുള്ളൂ. അവരോട് അചഞ്ചലമായ എതിർപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ശേഷം പോയവരൊക്കെ അദ്ദേഹത്തിൻ്റെ തലയിൽ ചാർത്തുമായിരുന്നു, നാനയുടെ എല്ലാവരും ശത്രുക്കളാക്കി ഇദ്ദേഹം എന്നൊക്കെ. അല്ല, കള്ളമാണ്. അതൊക്കെ വെറുതെ എന്താ പറയുക, ബെഡായി പറയുന്നതെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പം നസീർ സാർ അടക്കമുള്ള എല്ലാവരും ഇന്ന് മാസശമ്പളം പോലെയായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമാ പത്രപ്രവർത്തകർ ശമ്പളം വാങ്ങിയിരുന്നത്.
അങ്ങനെ ശമ്പളം വാങ്ങുമ്പോൾ നസീർ സാറിനെതിരെ എഴുതാൻ പറ്റില്ലല്ലോ, സ്തുതിവചനങ്ങളല്ലേ എഴുതാൻ പറ്റും. പക്ഷെ അങ്ങനെ എന്താ പറയുക, നടീനടന്മാരിൽ നിന്നോ സിനിമാക്കാരിൽ നിന്നോ 10 പൈസ വാങ്ങാതെ, അവരിൽ നിന്ന് വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചിട്ട് ചെന്ന് വെള്ളമടിക്കാതെ, വ്യഭിചരിക്കാതെ, പത്രപ്രവർത്തനം മാത്രം ചങ്കൂറ്റത്തോടെ നടത്തിയ ഒരു പത്രപ്രവർത്തകനായിരുന്നു മധു വൈപ്പന. അദ്ദേഹമാണ് മലയാള സിനിമയിലെ ആദ്യത്തെ വ്യക്തിയെന്ന് ഞാൻ പറയും. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ബാക്കിയുള്ളവർ ഒരാളെയും എനിക്ക് വിശ്വാസമില്ല. പാതിയിൽ നിന്നും പ്രതിയിൽ നിന്നും പൈസ വാങ്ങിക്കുമെന്ന് പറഞ്ഞ പോലെ കിട്ടുന്നിടത്ത് നിന്നെല്ലാം പൈസ വാങ്ങിച്ചിട്ട് ഫാൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റിനെ പോലെ അല്ലെങ്കിൽ സെക്രട്ടറിയെ പോലെ സ്തുതിവചനങ്ങൾ എഴുതിയിരുന്നവർ തന്നെയായിരുന്നു ഒരു കാലത്ത് മദ്രാസിലുണ്ടായിരുന്ന മലയാള സിനിമാ പത്രപ്രവർത്തകർ. പക്ഷേ ഈ പാലാക്കാരനായ മധു വൈപ്പന അത് തിരുത്തി കുറിച്ചു. അദ്ദേഹം മദ്രാസിൽ എന്ന് കാല് കുത്തിയോ അന്ന് മുതൽ ഒരു നട്ടലുള്ള പത്രപ്രവർത്തകനായിട്ടാണ് അദ്ദേഹം എന്താ പറയുക ജീവിച്ചത്. ഒരാളിൻ്റെ പക്കൽ നിന്നും പാരിതോഷികമോ പണമോ മദ്യമോ വാങ്ങാത്ത, ആരെക്കുറിച്ചും തുറന്നെഴുതാൻ ഒരു മടിയുമില്ലാത്ത ആദ്യത്തെ പത്രപ്രവർത്തകൻ, സിനിമാ പത്രപ്രവർത്തകൻ അല്ലെങ്കിൽ നാനയുടെ ആദ്യത്തെ പത്രപ്രവർത്തകൻ മധു വൈപ്പന തന്നെയായിരുന്നു. അത് തന്നെയാണ് എനിക്ക് ആ മനുഷ്യനോടുള്ള ബഹുമാനവും. അപ്പോൾ അദ്ദേഹം മദ്രാസിൽ ചങ്കൂറ്റത്തോടെ പ്രവർത്തിക്കുന്ന കാലത്ത് 300 സിനിമകൾ തികച്ച പ്രേം നസീറിനെ ആദരിക്കാനുള്ള വലിയൊരു ചടങ്ങും സിനിമാ വാരികളെല്ലാം നസീർ സാറിനെ കുറിച്ച് ഒരു സ്പെഷ്യൽ ഇറക്കാനും തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചപ്പോൾ മധു വൈപ്പന പ്രേം നസീറിൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു, താങ്കൾ എങ്ങനെ 300 സിനിമകളിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞ് ഈ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാനും സിനിമ സ്പെഷ്യൽ ഇറക്കാനും ഒക്കെ നിന്നു കൊടുക്കുന്നു എന്ന് ചോദിച്ചു. അത് ഞാൻ 300 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇല്ല, താങ്കൾ 277 സിനിമകളിലേ അഭിനയിച്ചിട്ടുള്ളൂ എന്ന് നസീർ സാറിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആദ്യത്തെയും അവസാനത്തെയും ആളാണ് മധു വൈപ്പന. അദ്ദേഹം പറഞ്ഞു, താങ്കൾ 230 മലയാള സിനിമകളിൽ അഭിനയിച്ചു, 39 തമിഴ് സിനിമകളിൽ അഭിനയിച്ചു, 6 തെലുങ്ക് സിനിമകളിലും 2 കന്നഡ സിനിമകളിലും അഭിനയിച്ചു. അപ്പോൾ മൊത്തത്തിൽ താങ്കൾ 277 സിനിമകളെ ചെയ്തിട്ടുള്ളൂ. ഇനിയും 23 സിനിമകൾ കൂടി കഴിയണം താങ്കളുടെ ഈ ആഘോഷം നടത്താൻ എന്ന് നസീർ സാറിനോട് പറഞ്ഞ ആളാണ്. അത് നസീർ സാറിന് വലിയ വേദന ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ കണ്ണിലെ കരടായി മാറി എന്താ പറയുക വൈപ്പന. തുടക്കം മുതൽ തന്നെ ഹരിപ്പോത്തൻ്റെ ശത്രുപക്ഷത്തായിരുന്നു വൈപ്പന. അപ്പോൾ നസീർ സാറിനോട് ഇങ്ങനെ 300 ആയിട്ടില്ല, 277 ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞ വിവരം ഹരിപ്പോത്തൻ അറിയുകയും പ്രേം നസീറിന് വേണ്ടി പോലും ഗുണ്ടകളെ ഇറക്കി മധു വൈപ്പനെ ആക്രമിച്ച ആളാണ് ഹരിപ്പോത്തൻ. അതുപോലെ തന്നെ 1975 അനാവരണത്തിലൂടെ സിനിമയിലെത്തിയ സത്താർ എന്ന MA കാരനായ ചെറുപ്പക്കാരനുമായി മദ്രാസിലെ ഭാര്യയായിട്ട് അദ്ദേഹത്തോടൊപ്പം ജീവിച്ചിരുന്ന ജയഭാരതി പ്രണയത്തിലാണ് എന്നറിഞ്ഞപ്പോൾ മേരിലാൻഡിൽ വെച്ച് ജയഭാരതിയുടെ ഒരു അഭിമുഖം വൈപ്പന എടുത്തു. ആ അഭിമുഖത്തിൽ പ്രേമത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെ വൈപ്പന ചോദിച്ചപ്പോൾ ജയഭാരതി മുഴുവൻ കാര്യങ്ങളും നിഷേധിച്ചു. അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചു. അങ്ങനെ നിഷേധിച്ചപ്പോൾ അദ്ദേഹം അവർ പറഞ്ഞത് വെച്ചുകൊണ്ട് കല്യാണം ഉടനെ ഇല്ല എന്നുള്ള ഒരു ഹെഡിങ് ഇട്ട് ആ ഇൻ്റർവ്യൂ എഴുതി റെഡിയാക്കി പോസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് അദ്ദേഹം അറിയുന്നത് തിരുവനന്തപുരത്ത് കോവളത്ത് അശോക ഹോട്ടലിൽ സത്താറും ജയഭാരതിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതിൻ്റെ പാർട്ടി നടക്കുന്നു. പാർട്ടി നടക്കുക മാത്രമല്ല, നസീറ എന്ന പേര് സ്വീകരിച്ച ഒരു മുസ്ലിം സ്ത്രീയായി മാറി, ഇസ്ലാം മതത്തിലേക്ക് മാറി. എങ്കിലേ കെട്ടാൻ പറ്റൂ സത്താറിന്. അപ്പം കല്യാണം ഉടനെ ഇല്ല എന്ന ഹെഡിങ്ങിൽ മധു വൈപ്പന ഒരു ചെറിയ തിരുത്തി അദ്ദേഹം അതിൻ്റെ മുന്നിലായിട്ട് ഇനി എന്നിട്ടു. അപ്പോൾ എന്താവും, ഇനി കല്യാണം ഉടനെ ഇല്ല എന്നാക്കി. അങ്ങനെയൊക്കെ ഒരുപാട് കുസൃത്തരങ്ങൾ മധു വൈപ്പന ചെയ്തിട്ടുണ്ട്. 1974 ഏപ്രിൽ മാസം 30 തിരുവിതാംകൂർ സഹോദരിമാരെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ലളിത പത്മിനി രാഗിണി, അവരുടെ കസിൻ സത്യപാൽ മരിച്ചു. സത്യപാലിനെയും മലയാള സിനിമ പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും. കാരണം കുഞ്ഞാലി മരയ്ക്കാർ, പഴശ്ശിരാജ പോലുള്ള പഴയ ചരിത്ര സിനിമകളിലൊക്കെ വലിയ മച്ചിങ്ങ പോലുള്ള കണ്ണുള്ള, കണ്ടാലൊരു വിദേശി എന്ന് തോന്നുന്ന, അതിൽ കൂടെ വെള്ള പെയിൻറ്റ് കൂടെ അടിക്കുമ്പോൾ തനി ടിപ്പിക്കൽ ഒരു വിദേശി എന്നേ തോന്നുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാരനായി കുഞ്ഞാലി മരയ്ക്കാറിലും പഴശ്ശിരാജയിലുമൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ് സത്യപാൽ. അദ്ദേഹമാണ് മരിച്ചത്. നടി കുമാരി തങ്കമായിരുന്നു ഈ പറയുന്ന സത്യപാലിൻ്റെ ഭാര്യ. സിനിമ പിടിക്കുന്നവർക്ക്
പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഈ മാർവാടികളെ പോലെ പലിശയ്ക്ക് കൊടുക്കുന്ന പണി കൂടി ഉണ്ടായിരുന്നു സത്യപാലിന്. അതുകൊണ്ട് തന്നെ കയ്യിൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടായിരുന്നു. അതിങ്ങനെ സിനിമാക്കാർക്ക് പലിശയ്ക്ക് കൊടുക്കുമായിരുന്നു. മരണവിവരം അറിഞ്ഞിട്ട് മധുവൈപ്പനെയും മറ്റൊരു പത്രപ്രവർത്തകനായ മധുവൈപ്പനയുടെ അടുത്ത സുഹൃത്തായ നടരാജനും കൂടി മാമ്പലത്തെ സത്യപാലിൻ്റെ വീട്ടിൽ പോയി. രാത്രി 10 മണി കഴിഞ്ഞു. ഈ മരണവിവരം അറിഞ്ഞു ചെന്നതാണ്. ഇവർ ചെല്ലുമ്പോൾ സത്യപാലിൻ്റെ കസിനായ നമ്മുടെ സിനിമാ താരം സുകുമാരി ചേച്ചി ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി മേൽനോട്ടം വഹിച്ച് അവിടെ നിൽപ്പുണ്ട്. സുകുമാരി ചേച്ചിയും കണ്ടു വൈപ്പന. വലിയ കോമ്പൗണ്ടിലെ 2 നില കെട്ടിടമാണ്. പ്രധാന സിനിമാക്കാരൊക്കെ മുറ്റത്ത് കസേരയിട്ടിരിപ്പുണ്ട്. ഒരു മതിലിൻ്റെ അരികിൽ വൈപ്പനയും നടരാജനും സേതുമാധവൻ സാറിനോട് സംസാരിച്ച് നിന്നു. ആ വീട്ടിൻ്റെ മുറ്റത്ത് മലയാള സിനിമയുടെ കുലപതി എന്ന് പറയാവുന്ന ജയമാരുതിയുടെ ടി വാസുദേവ സാറ്, അദ്ദേഹം അന്ന് ചലച്ചിത്ര പരിഷത്തിൻ്റെ പ്രസിഡൻ്റാണ്. വൈസ് പ്രസിഡൻ്റായ രാമു കാര്യാട്ട്, നടൻ മധു, മൂവി ലാൻഡ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് സിനിമാ വാരികയുടെ എഡിറ്റർ വാസുദേവൻ മുതലായവർ ഇരിപ്പുണ്ട്. ഹരിപ്പോത്തൻ വൈപ്പനയുടെ അടുത്തേക്ക് വന്നു. നീ ഉടനെ ഇവിടുന്ന് സ്ഥലം വിടണം എന്ന് ആജ്ഞാപിച്ചു മധുവൈപ്പനോട്. കാരണം അതിന് തൊട്ട് മുമ്പ് ഈ നസീർ സാറിൻ്റെ 300 സിനിമ ആയില്ല എന്നത് അടക്കം ഹരിപ്പോത്തനെ അറ്റാക്ക് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിരുന്നു. ആ ചുരുക്ക് തീർക്കുകയാണ്. അതായത് സത്യപാൽ മരിച്ചു കിടക്കുന്നിടത്ത് നീ നിൽക്കാൻ പാടില്ല എന്നാണ് ഹരിപ്പോത്തൻ പറയുന്നത്. അത് കേട്ട സേതുമാധവ് സാർ പതുക്കെ അങ്ങ് മാറിക്കളഞ്ഞു. ഞാൻ ഇവിടുത്തുകാരനല്ല എന്നുള്ള രീതിയിൽ നടരാജനെയും മധുവൈപ്പനെയും അവിടെ വിട്ടിട്ട് സേതു സാർ മുങ്ങിക്കളഞ്ഞു. പോത്തൻ പറഞ്ഞത് വക വയ്ക്കണ്ട എന്നാണ് നടരാജൻ പറഞ്ഞത്. അയാളിങ്ങനെ പലതും പറയും. നമ്മളിവിടെ നിൽക്കും, മധുവോടെ നിൽക്കും എന്ന് നടരാജൻ ഉറപ്പിച്ച് പറഞ്ഞു. നടരാജൻ നല്ല ചങ്കൂറ്റമുള്ള ആൾബലമുള്ള ആളായിരുന്നു. അപ്പോൾ കസേരയിലിരിക്കുന്ന ടി വാസുദേവൻ സാറിനോട് ചെന്ന് ഈ വിവരം പറഞ്ഞു. ഞാൻ താങ്കളോട് ഇപ്പോൾ സംസാരിക്കുന്നത് സിനിമാ നിർമ്മാതാവായ ടി വാസുദേവനോടല്ല, ചലച്ചിത്ര പരിഷത്തിൻ്റെ പ്രസിഡൻറ്റിനോടാണ്, ഒരു പത്രക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ സംസാരിക്കുന്നത്. ഇതൊരു മരണ വീടാണ്. ഞാൻ ഇവിടുന്ന് ഉടൻ സ്ഥലം വിടണമെന്ന് പരിഷത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായ ഹരിപ്പോത്തൻ പറയുന്നു. ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ചിരിച്ചുകൊണ്ട് ടി വാസുദേവ സാർ പറഞ്ഞു, മധു ഇപ്പോൾ പോകരുത്. അതായത് മധുവൈപ്പനെ നീ പോകരുത്, അയാളങ്ങനെ പലതും പറയും, നീ എന്തിനാ പോകണം, നീ അവിടെ വയ്ക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. മധുവൈപ്പനെ വീണ്ടും ആ മതിലിനരികിൽ വന്ന് നടരാജനുമായിട്ട് സംസാരിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഹരിപ്പോത്തൻ്റെ അന്നത്തെ ഗ്യാങ്ങിൽ തിരുവനന്തപുരം ബെൽറ്റാണല്ലോ, അന്നും ഉണ്ടായിരുന്നൊരു തിരുവനന്തപുരം ബെൽറ്റ്. ഹരിപ്പോത്തൻ്റെ ഗ്യാങ്ങിൽ പേട്ടയിലുള്ള ഒരു അനിയൻ എന്ന് പറഞ്ഞ ആളുണ്ട്. അയാൾ മദ്രാസിൽ കാർ വർക്ക്ഷോപ്പ് ഇട്ടിരിക്കുകയാണ്. ആ കാർ വർക്ക്ഷോപ്പിൽ ഇരിക്കുന്ന കുറേ ശിങ്കടികളുമായിട്ട് ചെന്നാണ് ഹരിപ്പോത്തിന് വേണ്ടി എവിടെയെങ്കിലും തല്ലുകൂടണമെങ്കിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഹരിപ്പോത്തൻ്റെ സംഘത്തിൽപ്പെട്ട ഈ അനിയൻ വൈപ്പനയുടെ അടുത്ത് വന്നു. നീ ഉടനെ പോയില്ല എങ്കിൽ നിൻ്റെ തടിക്ക് കേടാ, വേഗം സ്ഥലം വിട്ടോ എന്ന് പരസ്യമായിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. ചട്ടമ്പിമാരാണല്ലോ. ഈ അനിയനാണ് കുറച്ച് നാൾ മുമ്പ് വൈപ്പന താമസിച്ചിരുന്ന ലോഡ്ജിൽ ഗുണ്ടകളുമായി വന്ന് തല്ലി വൈപ്പനയുടെ മൂക്കും വായും കൂടെ ചേർത്ത് ഇടിച്ച് അതൊരു കർച്ചീഫിൽ ചോരയെടുത്ത് താഴെ കാറിൽ പാർക്ക് ചെയ്തിരുന്ന കാറിലിരിക്കുന്ന ഹരിപ്പോത്തനെ കൊണ്ട് കാണിച്ചതാ കൊടുത്തിട്ടുണ്ട്. 2 പല്ലും ഇടിച്ചിളക്കിയിട്ടുണ്ടെന്നുണ്ട്. പല്ലൊന്നും ഇളകിയില്ല, പക്ഷേ എങ്കിൽ പോലും മധുവൈപ്പനയുടെ മൂക്കിനെയും വായും കൂടെ ചേർത്ത് ഇടിച്ച് ബ്ലഡ് വരുത്തിച്ചു. എത്ര ക്രൂരമെന്ന് ആലോചിച്ചു. എന്നിട്ട് അത് കർച്ചീഫിൽ മുക്കി താഴെ ഇരിക്കുന്ന മുതലാളിക്ക് കൊണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. വൈപ്പനയും നടരാജനും അവിടെ തന്നെ നിന്നു. അനിയൻ പറഞ്ഞിട്ടൊന്നും അവർ വകവച്ചില്ല. കുറേ സമയം എഴിഞ്ഞ് നീങ്ങി. ഇതിനിടയിൽ അനിയൻ കാറുമായി പുറത്തേക്ക് പോയിരുന്നു. മടങ്ങി വന്നത് അയാളുടെ വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്ന 4-5 തടിമുടക്കുള്ള ആൾക്കാരുമായിട്ടായിരുന്നു. ഒളിക്കലൊന്നുമില്ല. ഈ തടിമുടക്കുള്ള ആളുകളെയും കൊണ്ടുവന്ന് ദൂരെയെങ്കിലും നിർത്തുന്നില്ല, ഇവരുടെ മുമ്പ് കൊണ്ടുവന്ന് കാറിൽ ഇറക്കുകയാണ്. അതും മദ്രാസ് പോലൊരു സ്ഥലത്ത്. ആലോചിച്ചൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് കുറേ ചട്ടമ്പികൾ മദ്രാസിൽ ചെന്ന് കാണിക്കുന്ന പോക്കൃത്തങ്ങൾ നിങ്ങൾ ആലോചിച്ചു. അവിടെ വിപ്ലവാരിഷ്ടം ഉണ്ടാക്കിയ ഒരു മഹാനുണ്ട്. വിപ്ലവാരിഷ്ടം ചാരായം നിരോധിച്ചിരുന്നപ്പോൾ വിപ്ലവാരിഷ്ടം കൊടുക്കുമായിരുന്നു. ആയുർവേദ കടയിട്ടിട്ട് അതിൻ്റെ മറവിൽ ചാരായ കച്ചവടം നടത്തിയിരുന്ന ഒരാളും തിരുവനന്തപുരത്ത് നിന്നുണ്ടായിരുന്നു. ഇവരൊക്കെ ഈ ഗ്യാങ്ങിൽപ്പെട്ടവരാണ്. അപ്പോൾ ഒളിക്കലൊന്നുമില്ലാതെ വന്ന പാടെ അനിയൻ കൂടെ വന്നവർക്ക് തോന്നിക്കുന്ന അവനാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു വൈപ്പനെ. ഇത്രയായപ്പോൾ വൈപ്പന മലയാള ചലച്ചിത്ര പരിഷത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായ രാമു കാര്യാട്ടിനോട് വിവരം പറഞ്ഞു. ടി വാസു സാറിനോട് പറഞ്ഞ പോലെ തന്നെ കാര്യാട്ടിനോടും പറഞ്ഞു. ചലച്ചിത്ര പരിഷത്ത് വൈസ് പ്രസിഡൻറ്റിനോടാണ്
ഞാനീ പറയുന്നത്. എന്നെ കാത്ത് പുറത്ത് ഹരിപ്പോത്തൻ്റെ ഗുണ്ടകൾ നിൽപ്പുണ്ട്. കാര്യമായിട്ട് പതുക്കെ എണീറ്റു. അപ്പോൾ നല്ല ആജാനുബാഹുവാണല്ലോ കാര്യമായിട്ട്, ബുൾഗാൻ താടിയൊക്കെ വെച്ചിട്ട്. അദ്ദേഹം എണീറ്റു, വൈപ്പനയുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം ഗേറ്റിനടുത്തേക്ക് നടന്നു. വൈപ്പനയെ കാത്തു നിന്ന ഗുണ്ടകളുടെ നടുവിലൂടെ നടരാജൻ്റെ കാറ് കിടക്കുന്നിടം വരെ കാര്യമായിട്ട് കൂടെ നടന്ന് ചെന്നിട്ട് വൈപ്പനയെ ആ കാർ കയറ്റി. അരച്ചു പോവുക. ഇങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ മലയാള സിനിമയിൽ. ഇപ്പോൾ സേതുമാധവൻ ഈ ബഹളം ഇങ്ങനെ ഒരു അടി നടക്കാൻ സാധ്യതയുണ്ട് എന്ന് നിയമം വലിഞ്ഞതുപോലെ രാമുഖരായിട്ട് പോയില്ല. ആജാനുബാഹുവായി അദ്ദേഹം കഴുത്തിൽ കൈയിട്ട് ഈ ഗുണ്ടകളുടെ നടുവിലൂടെ തന്നെ, അല്ലെങ്കിൽ ഈ അനിയനും ഗ്യാങ്ങുകൾ നിൽക്കുന്നതിൻ്റെ നടുവിലൂടെ ആരെങ്കിലും ഒന്ന് കൈ അനക്കിയിരുന്നെങ്കിൽ വൈപ്പന അല്ല കാര്യമായിട്ട് ഇടിച്ച് പഞ്ചറാക്കും. ഒരു 2-3 പേരെയൊക്കെ കൈകാര്യം തടിയുണ്ട്. അതിൽ വൈപ്പനയെ കാറിൽ കയറ്റിയിരുത്തി. പിന്നാലെ വന്ന നടരാജൻ കാറ് സ്റ്റാർട്ട് ചെയ്തു. ഗുണ്ടകൾ അന്തം വിട്ട് നോക്കി നിന്നു. കാറ് മെയിൻ റോഡിൽ പോകാതെ ഊട് വഴികളിലൂടെ ഓടിച്ച് എഗ്മൂറിലുള്ള വൈപ്പനയുടെ താമസ സ്ഥലത്തെത്തി. ഈ സംഭവം മദ്രാസിലെ മലയാള സിനിമാ രംഗത്ത് ഹരിപ്പോത്തിന് വലിയ എതിർപ്പുണ്ടാക്കി. ഇത് പടർന്നു, ഈ വാർത്ത പെട്ടെന്ന് പടർന്നു. മലയാള ചലച്ചിത്ര പരിഷത്ത് എന്ന് പറയുന്ന ഒരു വലിയ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആൾ തന്നെ ഒരു പത്രത്തിൽ എന്തെങ്കിലും എഴുതി എന്ന് പറഞ്ഞ് അവനെ തല്ലാനായിട്ട് ഒരു മരണവീടെന്ന് പോലും നോക്കാതെ ഗുണ്ടകളുമായിട്ട് നടക്കുന്ന വാർത്ത പെട്ടെന്ന് സ്പ്രെഡാവുമല്ലോ. അങ്ങനെ ആയി. ചലച്ചിത്ര പരിഷത്തിൻ്റെ അടുത്ത മീറ്റിങ്ങിൽ പ്രസിഡൻറ്റ് ടി വാസുദേവൻ പറഞ്ഞു, എനിക്ക് ഗുണ്ടാ സംഘങ്ങളുടെ പ്രസിഡൻ്റായിരിക്കാൻ താല്പര്യമില്ല. കേൾക്കണം, അതാണ് ആണായി പറന്നവരുടെയൊക്കെ ചങ്കൂറ്റം. എനിക്ക് ഗുണ്ടാ സംഘങ്ങളുടെ പ്രസിഡൻ്റായിരിക്കാൻ താല്പര്യമില്ല, ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചു. മലയാള സിനിമാ രംഗം ഒന്നടങ്കം ബഹുമാനിക്കുന്ന വാസു സാർ രാജിവെക്കാം എന്ന് പറഞ്ഞിട്ടും പോത്തനെതിരായി പ്രേം നസീർ പോലും ആ കമ്മിറ്റിയിൽ ഒരക്ഷരം മിണ്ടിയില്ല എന്നുള്ളതാണ്. നമ്മളെത്ര നസീർ സാറിനെ, അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ് തീർച്ചയായിട്ടും. നിങ്ങൾക്കറിയാലോ, നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കഥകൾ പറഞ്ഞിട്ടുള്ള നസീർ സാറിനെ കുറിച്ചാണ്. പക്ഷെ ആ നസീർ സാർ പോലും ടി വാസുദേവൻ പറയുന്നത് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം. ചലച്ചിത്ര പരിഷത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു ചട്ടമ്പിത്തരം കാണിക്കുന്ന രീതി, പോത്തൻ നിങ്ങളത് അവസാനിപ്പിക്കണമെന്ന് പറയാനുള്ള മര്യാദ പോലും നസീർ സാർ കാണിച്ചില്ല എന്നുള്ളതാണ് നസീർ സാർ അക്കാലത്ത് കാണിച്ച ഒരു മോശം പ്രവൃത്തി എന്ന് പറയാം. ഇതാണ് വൈപ്പനയ്ക്ക് ഉണ്ടായ അനുഭവങ്ങളിൽ ഒന്ന്. പാവം ഇപ്പോൾ മറവി രോഗം ബാധിച്ച് PTP നഗറിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട് അദ്ദേഹം. എന്തായാലും ഞാൻ അവസാനമായി കണ്ടത് ഇതിലൊരു എപ്പിസോഡായിട്ട് ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. കാരണം പുറത്തുനിന്ന് ആളുകൾ വന്ന അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. ഭാര്യ മാത്രമേ കൂടെ ഉള്ളൂ, മകൻ അമേരിക്കയിലാണ്. അടുത്ത് പറയുന്നത് എന്താ പറയുക, പ്രശസ്തനായ ഗാനരചയിതാവും തിരക്കഥാകൃത്തും സംവിധായകനും പ്രേം നസീറിൻ്റെ കൃപാകടാക്ഷങ്ങൾ കിട്ടിയ ആളും ഒരു പടം നിർമ്മിച്ച് സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രം വിജയശ്രീയെ നായികയായി ഉറപ്പിച്ച ശേഷം പ്രേം നസീറിൻ്റെ ഇഷ്ടക്കുറവിൻ്റെ പേരിൽ അദ്ദേഹം പറഞ്ഞ പ്രകാരം വിജയശ്രീയെ മാറ്റി ജയഭാരതിയെ നായികയാക്കിയ ആളിന് സംഭവിച്ച ഹരിപ്പോത്തനുമായിട്ടുള്ള ഒരു ഉടക്കൻ്റെ കഥയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്ന് ആളിനെ മനസ്സിലായി കാണും. ഞാൻ അദ്ദേഹത്തെപ്പറ്റി ഇനി അദ്ദേഹത്തിൻ്റെ പേര് പറയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്നേ ഉള്ളൂ. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, പ്രശസ്തനായ ഗാനരചയിതാവും തിരക്കഥാകൃത്തും സംവിധായകനും നിർമ്മാതാവും വിതരണക്കാരനും നസീർ സാറിൻ്റെ കൃപാകടാക്ഷങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ആരെന്ന്. ജയഭാരതി പാടുന്ന പാട്ടെടുക്കുകയാണ്. അപ്പോൾ ആ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന ആ പാട്ടാണ്. വിജയശ്രീ മാറി ജയഭാരതിയായി ഈ ഗാനരചയിതാവും തിരക്കഥാകൃത്തും ഒക്കെ ആയിരുന്ന മനുഷ്യൻ നിർമ്മിച്ച് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിങ്ങാണ് നടക്കുന്നത്. അപ്പോൾ ജയഭാരതി അഭിനയിക്കുന്ന, ഇൻക്ലൂഡ് ചെയ്യുന്ന നസീർ സാറും ജയഭാരതിയും ഉള്ള ഒരു പാട്ടെടുക്കുന്ന ദിവസമാണ്. ജയഭാരതിയോട് വേഷം മാറാൻ പോയിട്ട് വേഷം മാറി വരാൻ കോസ്റ്റ്യൂമറോട് പറഞ്ഞു. കോസ്റ്റ്യൂമർ ജയഭാരതിക്ക് വേഷമൊക്കെ കൊടുത്തു. പക്ഷെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടും ജയഭാരതി ക്യാമറയുടെ മുന്നിലേക്ക് വരുന്നില്ല. അപ്പോൾ അവർ ധരിക്കേണ്ട വേറെ വസ്ത്രമൊന്നുമല്ല, ഹാഫ് സാരിയും ബ്ലൗസും പാവാടിയും, അത്രയേ ഉള്ളൂ. ഒരു നാടൻ പെണ്ണായിട്ട് കാത്തിരുന്ന് മടുത്തപ്പോൾ നിർമ്മാണ സംവിധായകനായ വലിയ മനുഷ്യൻ സഹസംവിധായകനോട് പറഞ്ഞു, പോയി നായിയെ വിളിച്ചിട്ട് വരാൻ. പോയി വിളിച്ചിട്ട് വരൂ, ഒരുപാട് സമയമായില്ലേ, നമുക്ക് എടുക്കണ്ടേ, വിളിക്കൂ, ഭാരതിയെ വിളിക്കൂ. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ
ഈ സഹസംവിധായകൻ പോയി കുറേ നേരമായിട്ട് അയാളെ മറുപടിയില്ല. കുറേ കഴിഞ്ഞപ്പോൾ സഹസംവിധായകൻ നിരാശനായി മടങ്ങി വന്നു. നായികയ്ക്ക് പാവാട ഇഷ്ടമായില്ല. അതാണ് പ്രശ്നം. അതാണ് അവർ വരാത്തത്. അതിനാൽ അവർ പാവാട ധരിക്കാതെ ഇരിക്കുന്നു. എനിക്കിഷ്ടപ്പെട്ട പാവാട തന്നാൽ ഞാൻ അഭിനയിക്കാം എന്നാണ് അവർ പറയുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് മേക്കപ്പ് റൂമിലുണ്ടായിരുന്ന പ്രേം നസീർ ഇടപെട്ടിട്ട് പോലും ജയഭാരതി മാറിയില്ല. ഇല്ല, ഞാൻ ഈ പാവാട കൊടുത്ത് അഭിനയിക്കില്ല സാർ എന്നുള്ള കാര്യത്തിൽ നസീർ സാറ് പറഞ്ഞിട്ട് പോലും അവർ കേട്ടില്ല. ക്ഷിപ്രകോപിയായ സംവിധായകൻ നേരെ ചെന്നു. അതിലൊക്കെയാണ് ആണത്വമുള്ള മനുഷ്യനാണ്. ക്ഷിപ്രകോപിയായ സംവിധായകൻ നേരെ ഈ ഡ്രസ്സ് മാറുന്ന മേക്കപ്പ് റൂമിലേക്ക് ചെന്നു. അപ്പോൾ അടിപ്പാവടയ്ക്ക് കട്ടി കൂടിപ്പോയതിനാൽ ഞാനത് അടിയിൽ ധരിക്കില്ല എന്ന് വഴക്കിട്ട നായികയുടെ നാടാണ് കേരളം. അടിപ്പാവടയ്ക്ക് കട്ടി കൂടിപ്പോയി, തുണിയുടെ ഇടിയില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി. അതുപോലെ തന്നെ മലയാളത്തിലൊരു പ്രശസ്തയായ നടി, അവർ നാടകത്തിൽ നിന്ന് സിനിമയിൽ വന്നവരാണ്. നാടകം കളിച്ച് നാടക സംവിധായകൻ്റെ വേണമെങ്കിൽ മദ്രാസിലെ വെപ്പാട്ടിയെ പോലെ ജീവിച്ച് നാടക സംവിധായകൻ സിനിമാ സംവിധായകനായപ്പോൾ സിനിമയിലെത്തിയ ഒരു ക്യാരക്ടർ നടി. അവർക്ക് അഭിനയം വരണമെങ്കിൽ പോളിസ്റ്റർ അടിപ്പാവട വേണം. പോളിസ്റ്റർ ഇല്ലാതെ അവർ അഭിനയിക്കില്ല. പോളിസ്റ്റർ തുണിയിലുള്ള അടിപ്പാവട അല്ലാതെ കോട്ടൺ തുണിയിലൊക്കെ എടുക്കണമെങ്കിൽ അവർ അഭിനയിക്കില്ല. പോയി പോളിസ്റ്റർ തുണി എടുത്ത് വെച്ചുകൊണ്ട് വന്നു പറയും. അതിന് കോസ്റ്റ്യൂമർമാർ കോസ്റ്റ്യൂം എടുക്കുമ്പോൾ തന്നെ ഇവർക്ക് പോളിസ്റ്ററിലുള്ള അടിപ്പാവട എടുത്ത് വയ്ക്കും. എന്തൊരു ബോറത്തനങ്ങളെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതും അവരുടെ ഫ്ലാഷ് ബാക്ക് ആലോചിക്കണ്ടേ. ഉത്സവപ്പറമ്പുകളിലെ വളിച്ച ഇഡലിയും പുളിച്ച സാമ്പാറും ഒക്കെ കഴിച്ച് വെളുപ്പാങ്കാലത്ത് സ്റ്റേജിൽ കൈലി ലുങ്കിയും പുള്ളി ജാക്കറ്റും ഒക്കെ ഇട്ട് അഭിനയിച്ചിരുന്ന നടിയാണ്. പക്ഷേ പോളിസ്റ്റർ അടിപ്പാവട അല്ലാത്തതിനാൽ ഷൂട്ടിംഗ് മുടക്കിയ കാഴ്ചകളുണ്ട്. അവർക്ക് അഭിനയം വരണമെങ്കിൽ പോളിസ്റ്റർ വരണം. സംവിധാന നിർമ്മാണ പ്രതിഭ നേരെ ജയഭാരതിയുടെ അടുത്തെത്തി. കരഞ്ഞുകൊണ്ടവർ പ്രേം നസീറിനോട് പരിഭവം പറഞ്ഞ് നിൽക്കുകയാണ്. ഈ സംവിധായകൻ കയറി ചെല്ലുമ്പോൾ, സാർ എന്താ സാറ്, സാറും കൂടി എൻ്റെ കൂടെ നിൽക്കാതെ എനിക്ക് ഈ കട്ടിയുള്ള പാവാട എടുത്തോണ്ട് അഭിനയിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പറയുകയാണ് നസീർ സാറിനോട്. അപ്പോഴാണ് ഈ സംവിധായക കയറി ചെന്നത്. അതിബുദ്ധിമാനായതിനാൽ പ്രേം നസീർ ഒരു മീഡിയേറ്റർ റോളിൽ നിൽക്കൂ, അങ്ങനെ അവിടെയും തൊടില്ല ഇവിടെയും തൊടില്ല നസീർ സാർ അങ്ങനെ ബുദ്ധിപൂർവ്വം നിൽക്കും. പാവാടയുടെ വശത്തുമില്ല ജയഭാരതിയുടെ പക്ഷത്തുമില്ല എന്നുള്ള രീതിയിൽ നസീർ സാർ ഇരിക്കുകയാണ്. മറുപടി ഒന്നും പറയുന്നില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്, ചിലവ് കുറച്ച് ചെയ്ത് തീർക്കേണ്ട പടം. മണിക്കൂറുകളാണ് ഇങ്ങനെ ഒരു പാവാടയുടെ പേരിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചെന്ന വാക്കിലെ സംവിധാനം ചോദിച്ചു, എന്താ ഭാരതി പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ കോവൈ ഭാരതി എന്നറിയപ്പെട്ടിരുന്ന നടി പേരിൻ്റെ മുന്നിൽ ജയ കൂടി ചേർത്തതാണെന്ന് സംവിധാന പ്രതിഭയ്ക്ക് അറിയാം. മനഃപൂർവ്വമാണ് അദ്ദേഹം ആ ജയ അങ്ങ് വെട്ടിയിട്ട് എന്താ ഭാരതി പ്രശ്നം എന്ന് ചോദിച്ചത്. സാർ, ഈ പാവാട എനിക്കൊട്ടും ചേരുന്നില്ല, ഇതെടുത്ത് ഞാൻ ക്യാമറയുടെ മുന്നിൽ വരില്ല സാർ. വളരെ ശാന്തനായി സംവിധായകൻ പറഞ്ഞു, ഈ പാവാട ജയഭാരതിക്ക് ചേരുകയില്ലെന്ന ഭാരതി പറയുന്നതല്ലേ. പക്ഷേ എൻ്റെ ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ ജയഭാരതി എൻ്റെ കഥാപാത്രമായി മാറും. എൻ്റെ നായികയ്ക്ക് ഈ പാവാട നന്നായി ചേരുമെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ നായിക ഓരോ സീനിലും എന്ത് ധരിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അവിടേക്കാണ് ഈ സംവിധായകൻ്റെ ചങ്കൂറ്റ്. അതിനനുസരിച്ച് ഞാനും എൻ്റെ കോസ്റ്റ്യൂമറും കൂടി ആവശ്യമുള്ള ഡ്രസ്സുകൾ എടുത്ത് തുന്നി വച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ അളവുകൾ എടുത്തിട്ടാണല്ലോ എൻ്റെ കോസ്റ്റ്യൂമർ ഈ വേഷങ്ങളൊക്കെ തുന്നി വച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ വാങ്ങിയിട്ടുള്ള ഒരു വസ്ത്രവും ഭാരതിക്ക് ചേരാതെ വരില്ല. സമയം പോകുന്നു. ഭാരതി എത്രയും പെട്ടെന്ന് എൻ്റെ സെറ്റിലേക്ക് വരണം. അതിന് സമ്മതമല്ല എങ്കിൽ ഭാരതിക്ക് സ്വന്തം വീട്ടിലേക്ക് പോകാം. സ്വന്തം പൈസ മുടക്കി എടുക്കുന്ന ആദ്യത്തെ സിനിമയാണ്, നിങ്ങൾ ആലോചിച്ചു. അദ്ദേഹം പറയാണ്, എൻ്റെ സമയം ഒരുപാട് പോകുന്നു, ഭാരതി എത്രയും പെട്ടെന്ന് ഈ ഡ്രസ്സിട്ട് എൻ്റെ സെറ്റിലേക്ക് വരണം, എൻ്റെ ക്യാമറയുടെ മുന്നിലേക്ക് വരണം. അതിന് സമ്മതമല്ല എങ്കിൽ ഭാരതിക്ക് സ്വന്തം വീട്ടിലേക്ക് പോകാം. നാളെ ഇതേ ഫ്ലോറിൽ ഭാരതിക്ക് പകരം ഈ കഥാപാത്രമായി വിജയശ്രീ അഭിനയിക്കും. അദ്ദേഹം വിജയശ്രീ നസീർ സാർ പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയിട്ടാണല്ലോ ജയഭാരതി വച്ചത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നാളെ ഇതേ ഫ്ലോറിൽ ഭാരതിക്ക് പകരം ഈ കഥാപാത്രമായി വിജയശ്രീ അഭിനയിക്കും. സംവിധായകൻ റൂം വിട്ടുപോയി. നസീർ സാർ ഇതെല്ലാം കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കുക, ഞാൻ ഇവിടുത്തുകാരനല്ല എന്നുള്ള രീതിയിൽ. 10-15 മിനിറ്റുകൾക്ക് ശേഷം ജയഭാരതി ക്യാമറയ്ക്ക് മുന്നിൽ ആ പാവാടയും ധരിച്ചെത്തി അഭിനയിച്ചു.
ഈ നടന്ന സംഭവ കഥ കുറച്ചുകൂടി വിശാലമായ കഥയാക്കി നാനയിൽ വന്നു. പാവാട കഥ എന്ന ഒരു പരമ്പര പോലെ പാവാട കഥയായിട്ട് വന്നു. പാവാട തർക്കം എന്നാണ് അതിനിട്ട് ടൈറ്റിൽ. ഇതൊരു തുടർക്കഥയായി വന്നപ്പോൾ ഹരിപ്പോത്തൻ ക്ഷുഭിതനായി. അത് ശരി, ജയഭാരതിയെക്കുറിച്ച് പാവാടക്കഥ നാനയിൽ കൊടുക്കാറായോ എന്നുള്ള രീതിയിൽ അയാൾ ക്ഷുഭിതനായി. സംവിധായക നിർമ്മാതാവിനെ ഞാൻ കൈകാര്യം ചെയ്യുമെന്ന് പരസ്യമായി തന്നെ ഹരിപ്പോത്തൻ പ്രഖ്യാപിച്ചു. ആരെയും പുള്ളി പരസ്യമായി അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. പടം തീർന്നു, സാമ്പത്തിക വിജയമായില്ല ചിത്രം. അടുത്ത സിനിമ സംവിധാനം ചെയ്യാൻ സംവിധായകൻ ശ്രമങ്ങൾ നടത്തുമ്പോൾ അതാ വരുന്നു അടുത്ത പാര. എറണാകുളത്ത് നിന്ന് ചിത്രകൗമുദി എന്നൊരു സിനിമ വാരിക അക്കാലത്ത് തുടങ്ങിയിരുന്നു. ചിത്രകൗമുദി, ചിത്രകാർത്തിക കല്ലു ഡെന്നീസിൻ്റെ, ഇത് ചിത്രകൗമുദി. MD ജോർജ് എന്ന ആളായിരുന്നു ഈ ചിത്രകൗമുദിയുടെ പത്രാധിപർ. MD ജോർജിനെയും നമ്മുടെ പ്രിയപ്പെട്ട വായനക്കാർക്ക് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അദ്ദേഹം ഈ പത്രപ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം നിർമ്മാണ വിതരണ രംഗത്തേക്ക് കടന്നു. ആരോരും അറിയാതെ, അകലങ്ങളിൽ അഭയം, ഓപ്പാൾ, നാഷണൽ അവാർഡ്, ഭരത് അവാർഡ് ബാലങ്കൻ നായർക്ക് വാങ്ങിച്ചു കൊടുത്ത ഓപ്പാൾ അടക്കം ഒരുപാട് സിനിമകൾ ചെയ്ത ഏഞ്ചൽ ഫിലിംസിൻ്റെ ഉടമയായി മാറി MD ജോർജ്. അപ്പോൾ MD ജോർജുമായി സംസാരിക്കുന്നതിനിടയിൽ കഴിഞ്ഞ പടത്തിലെ പാവാട തർക്കവും വിഷയമായി. ഈ സംവിധായകനാണ് സംസാരിച്ചത്. MD ജോർജ് അതെല്ലാം കേട്ടോണ്ടിരുന്നു. ഭാരതി വലിയ നായികയായി മാറുമ്പോൾ ഇതുപോലുള്ള നിസ്സാരമായ വിഷയങ്ങളൊന്നും കാണിക്കില്ലായിരിക്കും എന്നൊക്കെ സംസാരം നീണ്ടുപോയി. സംവിധായകൻ പറഞ്ഞു, ഇപ്പോൾ സിനിമയിലേക്ക് വന്ന സമയമായതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ പിടിവാശി കാണിക്കുന്നത്. വലിയ നായികയൊക്കെ ആകുമ്പോൾ ഇതൊക്കെ മാറുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഈ പാവാട കഥ പറഞ്ഞു. ചിത്രകൗമുദിയിൽ ഈ സംവിധായക പ്രതിഭ പലതും എഴുതിയിട്ടുള്ളതിനാൽ ഇരുവരുടെയും സൗഹൃദം കൊണ്ട് പറഞ്ഞതാണ്, അല്ലാതെ ഒരു അഭിമുഖമായിട്ട് കൊടുത്തതല്ല. ഈ ചിത്രകൗമുദിയിൽ, MD ജോർജിൻ്റെ ചിത്രകൗമുദിയിൽ പലപ്പോഴും പല മാറ്ററുകളും ഈ സംവിധായകൻ എഴുതിയിട്ടുണ്ട്. ആ ഒരു സൗഹൃദം വെച്ചാണ് പറഞ്ഞത്. അടുത്ത ലക്കം ചിത്രകൗമുദിയിൽ ഈ അഭിമുഖം അടിച്ചു വന്നു. അതിൻ്റെ ഹെഡിങ് ജയഭാരതി മികച്ച നടിയല്ല എന്ന് സംവിധായകൻ പറഞ്ഞിരിക്കുന്നതാണ്. അതായത് സംവിധായകൻ്റെ പേര് വെച്ചിട്ട് ജയഭാരതി മികച്ച നടിയല്ല, ഇതാണ് ഹെഡിങ്. വാരിക ഇറങ്ങിയ അന്ന് രാത്രി എന്ന് പറയണ്ട, പാതിരാത്രി എന്ന് പറയാം, വീട്ടിൽ കുടുംബത്തോടൊപ്പം ഉറങ്ങുന്ന സംവിധായകനെ തേടി ഒരു ഫോൺ കോൾ വന്നു. പാതിരാത്രി. മറുവശത്ത് ഫോൺ എടുത്തപ്പോൾ മറുവശത്ത് ബഹദൂറാണ്, നമ്മുടെ നടൻ ബഹദൂർ. അല്പം അടിച്ചു കഴിഞ്ഞാൽ ബഹദൂറിൻ്റെ സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ഒരു സ്വഭാവമാണ്. നിങ്ങൾ ഇത്ര താഴാൻ പാടില്ല എന്നായിരുന്നു ആദ്യം ബഹദൂർ പറഞ്ഞത്. ഭാരതിയെക്കുറിച്ച് ഇങ്ങനെ പരസ്യമായി പറയുന്നത് പോകൃതനമല്ലേ എന്ന് ബഹദൂർ ചോദിച്ചു. ബഹദൂറിൻ്റെ സ്വഭാവം നന്നായി അറിയാവുന്നതിനാൽ അതിനെപ്പറ്റി നാളെ ഞാൻ വിശദമായി സംസാരിക്കാം എന്ന് പറഞ്ഞ് സംവിധായകൻ ഫോൺ വയ്ക്കാൻ പോയപ്പോൾ അങ്ങേ തലയ്ക്കിൽ നിന്ന് ഫോൺ വയ്ക്കല്ലേ എന്ന് ബഹദൂർ പറയുന്നു. ഞാനൊരാൾക്ക് ഫോൺ കൊടുക്കാം എന്നായി ബഹദൂർ. ഫോണിൽ വന്നത് ഹരിപ്പോത്തനായിരുന്നു. നല്ല ഫോമിലായിരുന്നു കക്ഷി. ആദ്യം കുറേ തെറി പറഞ്ഞു, കുറേ തെറി വിളിച്ചു. പിന്നാലെ ഇനിയും നീ ഭാരതിയെക്കുറിച്ച് ഒരു വരി എവിടെയെങ്കിലും മോശമായി എഴുതിയാൽ നിൻ്റെ കൈ ഞാൻ വെട്ടും എന്നായിരുന്നു അടുത്ത ഭീഷണി. ആലോചിച്ച് നമുക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്ത നല്ല നല്ല സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഒരു നിർമ്മാതാവിൻ്റെ ഒരു യഥാർത്ഥ മുഖമാണ് ഞാൻ പറയുന്നത്. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു ജന്മനാളിൻ്റെയോ മരിച്ച നാളിൻ്റെയോ എന്തോ ഒരു ഇതൊക്കെ വന്നപ്പോൾ മോഹൻലാൽ അടക്കമുള്ള മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേര് വാനോളം പൊഴുത്തുന്നുണ്ട്. ഇവരാരും ചിലപ്പോൾ ഹരിപ്പത്തിനെ കണ്ടിരിക്കും. അങ്കിൾ ബെന്നിൽ ഉണ്ടായിരുന്നല്ലോ മോഹൻലാൽ. അപ്പോൾ ഇത്രയും വലിയ മനുഷ്യൻ മലയാള സിനിമയിലില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടു. പക്ഷേ അതിൻ്റെ ഒരു മറുവശമാണ് ഞാനീ പറയുന്നത്. അതായത് ഇനി ജയഭാരതിയെക്കുറിച്ച്, അയാൾ ഭാരതി എന്നാണ് വിളിക്കുന്നത്, ഭാരതിയെക്കുറിച്ച് നീ ഒരു വരി എഴുതിയാൽ, എവിടെയെങ്കിലും എഴുതിയാൽ നിൻ്റെ കൈ ഞാൻ വെട്ടും എന്നാണ് അയാൾ പറഞ്ഞത്. അത്രയായപ്പോൾ ശാന്തപ്രകൃതനായ ക്ഷിപ്രകോപിയായ സംവിധായകനും ഒന്ന് തടകുടഞ്ഞ് എണീറ്റു. അപ്പോൾ തൊട്ടടുത്ത് ഭാര്യയും 2 മക്കളും കിടക്കുകയാണ്, കൊച്ചു കുട്ടികളല്ലേ. അദ്ദേഹം എണീറ്റു. എൻ്റെ കൈവെട്ടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതുടനെ ചെയ്തേക്കണം. എൻ്റെയും നിൻ്റെയും പടങ്ങളുടെ എഡിറ്റിങ് ന്യൂറ ലാബിലാണല്ലോ നടക്കുന്നത്. ഈ പറയുന്ന ഹരിപ്പോത്തൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയുടെയും ഈ സംവിധായകൻ്റെ സിനിമയുടെയും 2 സിനിമകളുടെ വർക്ക് ഒരേ സമയം നടക്കുകയാണ് ന്യൂ ഇറ ലാബിൽ. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഞാൻ അവിടെ വരും. ധൈര്യമുണ്ടെങ്കിൽ നീയും വരണം, ഞാൻ കാത്തു നിൽക്കാം. സംവിധായകൻ ഫോൺ വെച്ചു.
സംവിധായകൻ ഒരു ആണാണല്ലോ, നല്ല തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവമുള്ള ആളായതുകൊണ്ട് പച്ചയ്ക്ക് പറഞ്ഞു, നീ നാളെ 2 മണിക്ക് വാ ഉണ്ടാക്കേ, ഞാനവിടെ കാണും, ന്യൂ ഇയർ ലാബിൽ കാണും, ചോണുണ്ടെങ്കിൽ വാ, നിൻ്റെയും പടം അവിടെ എഡിറ്റിംഗ് നടക്കുന്നുണ്ടല്ലോ, വാ എന്ന് പറഞ്ഞ് ഫോൺ വെച്ച്. ഹരിപ്പോത്തൻ പിന്നെയും വിളിച്ചുകൊണ്ടേയിരുന്നു രാത്രി. പാതിരാത്രിയായിട്ടും വീണ്ടും വിളിക്കുകയാണ്. പക്ഷേ സാറ് ഫോൺ എടുത്തില്ല, ഇദ്ദേഹം എടുത്തില്ല, സംവിധായകൻ എടുത്തില്ല. പാതിരാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു കുടുംബം കൂടെ ഉണ്ടെന്ന് പോലും ചിന്തിക്കാതെ ഒരു നടിയുടെ പാവാടയിൽ പിടിച്ച് ഭീഷണിപ്പെടുത്തുക. സംവിധായക നിർമ്മാതാവിനൊരു കമ്പനിയുണ്ട്, ആ കാലത്ത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുണ്ട്. അവിടെ 100ഓളം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. തമിഴന്മാർ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. 100ഓളം തൊഴിലാളികളുണ്ട്. വിവരം തൊഴിലാളികൾ അറിഞ്ഞു. അപ്പോൾ തൊഴിലാളികൾ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ മുതലാളിയോട് ചോദിക്കുമല്ലോ, അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു. ഉച്ചയ്ക്ക് 2 മണിക്ക് എഡിറ്റിംഗ് റൂമിൻ്റെ മുന്നിൽ സൈക്കിൾ റിക്ഷയിൽ മുതലാളിക്കായി തൊഴിലാളികൾ വന്ന് കാത്തു കിടന്നു. 2 മണിക്ക് എന്തായാലും ഞങ്ങളുടെ മുതലാളി അവിടെ വരും, അദ്ദേഹം വന്നാൽ അവിടെ വച്ച് ഹരിപ്പോത്തൻ വരികയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം, ഞങ്ങൾ ഇടപെടണമെങ്കിൽ ഇടപെടാം എന്നുള്ള രീതിയിൽ അവർ സൈക്കിൾ റിക്ഷകളിൽ ന്യൂ ഇയർ ലാബിൻ്റെ മുന്നിൽ വന്ന് കിടന്നു. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ മാത്രമേ ഇടപെടാവൂ എന്ന് അവർക്കാരോ ചട്ടം കെട്ടിയിരുന്നു. ശരി, അപ്പോഴേ ഇടപെടൂ എന്ന് അവരും പറഞ്ഞു. കഴിയുന്നത്ര പേരോട് ഉടക്കും വഴക്കും ഉണ്ടാക്കിയെടുക്കുന്ന ആളാണെങ്കിലും ആരും ഹരിപ്പോത്തനെ പോലെ അശ്ലീല തെറിവിളികളൊന്നും നടത്തിയിട്ടില്ല. അവരും ഉണ്ടാകാതെ കേട്ടോണ്ട് നിന്നാൽ മതി, നിങ്ങൾ അയാളെ സംസ്കാരത്തിലേക്ക് നമ്മൾ പോകണ്ട എന്ന് തീരുമാനിച്ചു. ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയിലെ നായികയുടെ ഒരു പാവാട കാരണം തെറിവിളി കേൾക്കേണ്ടി വന്ന ഹതഭാഗ്യനെന്ന് തന്നെ പറയാം ഈ നിർമ്മാണ സംവിധായകനെ. അതിന് വളമേകാൻ താൻ അവസരം നൽകുന്ന ബഹദൂറും ആദ്യ സിനിമയിലും പുതിയ സിനിമയിലും ബഹദൂറിന് റോളുകൾ നൽകിയതിൻ്റെ പ്രത്യുപകാരമായിരിക്കണം അർദ്ധരാത്രി ഫോൺ വിളിച്ച് വലിയ മുതലാളിക്ക് റിസീവർ കൈമാറിയത് എന്ന് ആലോചിച്ചപ്പോൾ നമുക്ക് ബഹദൂറിനെ കുറിച്ചുള്ള ഇമേജും മാറി മറിയുന്നു ഇല്ലേ. ഞാൻ ബഹദൂറിനെ കുറിച്ച് ചെയ്ത എപ്പിസോഡുകളിലൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് നല്ലതേ പറഞ്ഞുള്ളൂ. പക്ഷേ ഇതുപോലുള്ള പണികളും അദ്ദേഹം ചെയ്തിരുന്നു എന്നുള്ളതാണ് കഷ്ടം. കൃത്യസമയത്ത് സംവിധായകൻ ന്യൂ ഇയർ ലാബിൻ്റെ മുന്നിലെത്തി. താഴത്തെ നിലയിൽ ലാബും മേളിലത്തെ നിലയിലാണ് എഡിറ്റിംഗ് റൂം. പറഞ്ഞതുപോലെ പോത്തൻ്റെയും സംവിധായകൻ്റെയും സിനിമകൾ എഡിറ്റിംഗ് നടക്കുകയാണ് അവിടെ. സംവിധായകൻ താൻ വന്ന കാറിൽ ചാരി നിന്നു. റിക്ഷകളിൽ വിളി കാത്ത് അദ്ദേഹത്തിൻ്റെ തൊഴിലാളികളും. 2 മണിയായപ്പോൾ ഹരിപ്പോത്തനെത്തി കാറിൽ. പിന്നാലെ സൈക്കിൾ റിക്ഷയിൽ കാത്തു നിന്നവർ റിക്ഷ കൊണ്ട് ഗേറ്റ് അങ്ങ് ബ്ലോക്കാക്കി. അപ്പോൾ എന്തെങ്കിലും ചെയ്താൽ ഹരിപ്പോത്തിന് കാറെടുത്തുകൊണ്ട് ഓടിപ്പോകാൻ ഒക്കില്ല. കാരണം ആ സൈക്കിൾ റിക്ഷയിൽ വന്നവർ തൊഴിലാളികളെല്ലാം കൂടെ ആ ഗേറ്റ് അങ്ങ് ബ്ലോക്കാക്കി. ബുദ്ധി പണയം വയ്ക്കാത്ത പോത്തന് അപകടം മനസ്സിലായി. സംവിധാനത്തെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ, ചെയ്തില്ല. അങ്ങനെ നോക്കിയാൽ ഈ സൈക്കിൾ റിക്ഷയിൽ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്ന അണ്ണാച്ചികൾ എന്നെ ഈഞ്ചപ്പരുവാക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാണും. സംവിധായകൻ്റെ മുഖത്തൊന്നല്ല, ആ വശത്ത് പോലും നോക്കാതെ ഹരിപ്പോത്തൻ കാറിൽ നിന്നിറങ്ങി പടികൾ കയറി സ്വന്തം സിനിമയുടെ എഡിറ്റിംഗ് നടക്കുന്ന മുറിയിലേക്ക് പോയി. ഒന്നും സംഭവിക്കാതെ ആ രംഗം അവിടെ അവസാനിച്ചു. ഒന്നും സംഭവിച്ചില്ല. കാരണം കാറിലിരിക്കുമ്പോൾ അദ്ദേഹം ഗ്ലാസ്സിൽ കൂടെ കണ്ടു കാണുമല്ലോ പുറകിൽ നിന്ന് സൈക്കിൾ റിക്ഷയൊക്കെ വരുന്നത്, വന്ന് ഗേറ്റ് ബ്ലോക്കാക്കുന്നതൊക്കെ. കഷ്ടകാലത്തിന് സംവിധായകനായിട്ട് ഇങ്ങനെ നോക്കിയാൽ ചീത്ത വിളിക്കാനാണോ അടിക്കാനാണോ എന്ന് വിചാരിച്ചിട്ട് ഈ റിക്ഷയിൽ വന്ന വിവരം കെട്ട അണ്ണാച്ചിമാർ ഓടി വന്ന് ഈഞ്ചപ്പരുവാക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നി. വർഷങ്ങൾ ചിലത് കടന്നു പോകുന്നു. സംവിധാനം നിർമ്മിച്ച് മറ്റൊരു ഹിറ്റ് മേക്കർ സംവിധാനം ചെയ്യുന്ന പ്രേം നസീർ നായകനായ സിനിമയുടെ ഷൂട്ടിംഗ് AVM സ്റ്റുഡിയോയിൽ നടക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. പ്രേം നസീർ, KP ഉമർ, ജോസ് പ്രകാശ്, അടൂർബാസി, വിധുബാല, കബീർ പന്നമ്മ, TR റോമന ഒക്കെ ഉണ്ട് സെറ്റിൽ. ഫ്ലോറിനകത്ത് ഷൂട്ടിംഗ് തകൃതിയിൽ നടക്കുന്നു. ആ സീനിലില്ലാത്ത അഭിനേതാക്കളോടൊപ്പം നിർമ്മാണ സംവിധായകനും ഇരിപ്പുണ്ട്. അദ്ദേഹം അല്ലല്ലോ സംവിധാനം ചെയ്യുന്നത്, ശശികുമാറല്ലേ. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ദൂരെ ഒരു കാറ് വന്ന് നിന്നു. കാറിൽ നിന്ന് ഹരിപ്പോത്തനും പ്രൗഢയായൊരു സ്ത്രീയും ഇറങ്ങി വന്നു. ഷോട്ട് എടുത്തു കഴിഞ്ഞ് ഫ്ലോറിൽ നിന്ന് പുറത്തേക്ക് വന്ന പ്രേം നസീർ ഹരിപ്പോത്തനെ, കാറിൽ ഇറങ്ങി നിൽക്കുന്ന ഹരിപ്പോത്തനെയും ആ സ്ത്രീയെയും കണ്ടു. വിടർന്ന ചിരിയോടെ നസീർ സാറ് പോത്തൻ്റെ അടുത്തേക്ക് ചെന്നു. തിരികെ വന്ന് നസീർ സാറ് നിർമ്മാണ സംവിധായകനോട് പറഞ്ഞു, ഒന്ന് വരൂ, എനിക്ക് താങ്കളോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. അദ്ദേഹം എണീറ്റ് ചെന്നു. അപ്പോൾ മാറ്റി നിർത്തി, മറ്റുള്ളവർ കേൾക്കാതെ മാറ്റി നിർത്തിയിട്ട് പ്രേം നസീർ പറഞ്ഞു, ഹരിപ്പോത്തനും അദ്ദേഹത്തിൻ്റെ ഭാര്യ രാജമ്മയുമാണ് വന്നിരിക്കുന്നത്. താങ്കളോട് മോശമായി പെരുമാറിയതിൽ
ഹരിക്ക് നല്ല ദുഃഖമുണ്ട്. താങ്കൾ ഹരിയോടൊന്ന് സംസാരിക്കണം. ഹരിപ്പോത്തനും ഭാര്യയും നടന്ന് സംവിധായക നിർമ്മാതാവിൻ്റെ അടുത്തെത്തി. ഒരു സ്ത്രീക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് മോശമായി പെരുമാറി എന്നാണ് ആദ്യം ഹരിപ്പോത്തൻ പറഞ്ഞത്. ഒരു സ്ത്രീക്ക് വേണ്ടി എന്നല്ല പറഞ്ഞത്, മലയാളത്തിൽ പറയാൻ പാടില്ലാത്ത അത്ര മ്ലേച്ഛമായ ഒരു പദപ്രയോഗമാണ് ആ സ്ത്രീക്ക് വേണ്ടി എന്നുള്ളതിന് പകരം പറഞ്ഞത്. അതെന്താണെന്ന് പറയാൻ ഈ പറയുന്ന നിർമ്മാണ സംവിധായക പ്രതിഭയും തയ്യാറാവുന്നില്ല, ഞാനും തയ്യാറാവുന്നില്ല. അങ്ങനെ പറയുന്നത് ശരിയല്ല. അത്രയും ഹീനമായ ഒരു വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു സ്ത്രീക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് മോശമായി പെരുമാറി, താങ്കളോട് മാപ്പ് ചോദിക്കാനാണ് ഞാൻ വന്നത്, കഴിഞ്ഞതെല്ലാം താങ്കൾ മറക്കണം. അപ്പോൾ ക്ഷിപ്രകോപിയായ നിർമ്മാണ സംവിധായകൻ പറഞ്ഞു, നിങ്ങൾ ക്ഷമ ചോദിച്ച സ്ഥിതിക്ക് ഞാനെന്തിനു മനസ്സിൽ പകവയ്ക്കണം, ഞാനത് മറന്നു, അവിടെ തീർന്നു ആ പിണക്കം. ജയഭാരതിയുടെ ജീവിതത്തിൽ പറ്റിയ തെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, അവർ ജീവിതത്തിലേക്ക് 2 പേരെ തിരഞ്ഞെടുത്തതിൽ വന്ന പിഴയാണ് എന്ന് ഞാൻ പറയും. 2 പിഴവായിരുന്നു. അത് ഹരിപ്പോത്തനായാലും ശരി, നമ്മുടെ സത്താറായാലും ശരി. കോടികൾ സമ്പാദിച്ച അച്ഛൻ്റെ മകനായി സിനിമയെടുക്കാൻ മദ്രാശിക്ക് വന്ന ഹരിപ്പോത്തൻ ഒരു ക്രിസ്ത്യാനി ആണെന്നതോ ഒരു ഭാര്യയും മക്കളുമുള്ള ആളാണ് എന്നതോ ഒന്നും ചിന്തിക്കാതെ മദ്രാശിയിലെ അനൗദ്യോഗിക ഭാര്യയായതാണ് ആദ്യത്തെ തെറ്റ്. സത്താർ എന്ന ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരാളെ വിവാഹം കഴിക്കാനായി മതം മാറി ഒരു മോനായ ശേഷം സത്താറിനെ ഉപേക്ഷിക്കേണ്ടി വന്നതാണ് അടുത്ത തെറ്റ്. വേർപിരിഞ്ഞെങ്കിലും എനിക്ക് വ്യക്തമായിട്ട് പറയാം, ഞാൻ എൻ്റെ വലയത്തിൽ സത്താറിനെ അഭിനയിപ്പിച്ചിരുന്നു. വേർപിരിഞ്ഞു പോയി, അവർ 2 പേരും പിരിഞ്ഞു പോയി എങ്കിലും അദ്ദേഹത്തിന് മകനെ കാണണമെന്ന് കൊതി തോന്നുമ്പോൾ അദ്ദേഹം മദ്രാസിൽ പോകും. കിട്ടുന്ന സമയം കൊണ്ട് മദ്രാസിൽ ചെന്നൊരു റൂമെടുത്ത് താമസിച്ച് മകനെ വിളിച്ചു വരുത്തി അവനോട് ഒരുപാട് നേരം സംസാരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നിട്ടെന്താ, അവൻ്റെ കുറേ ആവശ്യങ്ങൾ പറയും, ഞാനെല്ലാം ചെയ്തു കൊടുക്കും എന്ന് സത്താർ ചിരിച്ചുകൊണ്ട് എൻ്റെ പറയുമായിരുന്നു. അതുപോലെ തന്നെ ഇവരെന്തിനു വേർപിരിഞ്ഞു എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചില്ല. പക്ഷേ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒരിക്കൽ പോലും അദ്ദേഹം ഒന്നാമത് അദ്ദേഹം ജയഭാരതി എന്ന് പറയില്ല, ഭാരതി എന്ന് വളരെ മധുരമായി സംസാരിക്കും. അതുപോലെ തന്നെ അവരെക്കുറിച്ച് ഒരു കുറ്റവും സത്താർ എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. അത്രയും സ്നേഹമായിരുന്നു സത്താറിന്. സത്താർ ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിലായതുകൊണ്ടാണ് നസീറ എന്ന് പറഞ്ഞ് പേര് മാറി ജയഭാരതിക്ക് മുസ്ലിം ആകേണ്ടി വന്നത്. വേർപിരിഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, സത്താറിന് അദ്ദേഹം അതിനുശേഷം 2 വിവാഹം കഴിച്ചു. മനസ്സ് നിറയെ എങ്കിലും ജയഭാരതിയായിരുന്നു. ഈ 2 കല്യാണം കഴിച്ചെങ്കിലും അത് രണ്ടും അദ്ദേഹത്തിന് മാനസികമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്ന് എന്നോട് തന്നെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഭാരതി എന്നേ പറയുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു പകയും ദേഷ്യവും ജയഭാരതിയോട് വച്ചു പുലർത്തിയതുമില്ല മരണം വരെയും സത്താർ. വേറൊരു ഭാര്യ ഉണ്ടായിട്ടും സത്താറിൻ്റെ അവസാന നാളുകളിൽ ജയഭാരതിയും മകനും സത്താറിനൊപ്പം ആശുപത്രിയിൽ നിന്നു എന്നത് ജയഭാരതി എന്ന് പറഞ്ഞ സ്ത്രീയുടെ മഹത്വമാണ്. കാരണം അദ്ദേഹം വേറെ 2 കല്യാണം കഴിച്ചല്ലോ, ഇനി ഞാൻ അയാളുമായിട്ട് എന്തിന് അയാളെ ഭാര്യയായിട്ട് ഓർക്കണം എന്നൊന്നും അവർ നോക്കിയില്ല. അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം എത്തിയപ്പോൾ മകനെയും കൂട്ടി അദ്ദേഹം കിടക്കുന്ന ആശുപത്രിയിൽ വന്ന് നിൽക്കാനും മരിച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിൽ ആ ചടങ്ങ് തീരുന്നവർ നിൽക്കാനുള്ള വിശാലമായ മനസ്സ് കാണിച്ച നടികൂടിയാണ് ജയഭാരതി. ഹരിപ്പോത്തൻ നിർമ്മിച്ച രതി നിർവേദം എന്ന ഒറ്റ സിനിമ മതി നമുക്ക് ജയഭാരതിയെ ഓർക്കാൻ, ഇല്ലേ? രതി ചേച്ചിയായിട്ട് എന്ത് മനോഹരമായി ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം അത് റീമേക്ക് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ വകയ്ക്കുള്ളാത്ത സിനിമയെന്നാണ് എനിക്ക് തോന്നിയത്. അത് ഒരു പരിധിവരെ ഭരതൻ്റെ മിടുക്കാണ്, എന്നാൽ ഒപ്പം ജയഭാരതി എന്ന് പറഞ്ഞ അഭിനേത്രിയുടെയും മിടുക്കാണ് രതി നിർവേദം എന്ന് പറഞ്ഞ സിനിമ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. വിജയശ്രീയെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രേം നസീർ ഒഴിവാക്കിയതും ഷീല മേലിൽ പ്രേം നസീറിനോടൊപ്പം അഭിനയിക്കില്ല എന്ന് തീരുമാനിച്ചതും ജയഭാരതിയുടെ ചലച്ചിത്ര ജീവിതത്തിന് വളമേകുന്ന കാര്യമായിരുന്നു. വിജയശ്രീയോടൊപ്പം ഇനി അഭിനയിക്കേണ്ട എന്ന് നസീർ സാറും പ്രഖ്യാപിച്ചു. നസീറിനോടൊപ്പം അഭിനയിക്കില്ല എന്ന് വിജയശ്രീയും പ്രഖ്യാപിച്ചു. അത് മറുവശത്ത് ഷീല ഇനി നസീർ സാറിനോടൊപ്പം അഭിനയിക്കില്ല എന്ന് പരസ്യമായി പറയുകയും കൂടെ ചെയ്തപ്പോൾ പിന്നെ അദ്ദേഹത്തിനൊരു നായികയായിട്ട് ജയഭാരതി, അങ്ങനെയാണ് ജയഭാരതി കുറേ സിനിമകളിൽ തുടരെ അഭിനയിച്ചത്. ജെ.സി. സാറിൻ്റെ വി.ടി. നന്ദകുമാറിൻ്റെ മനോഹരമായൊരു നോവലുണ്ട് രക്തമില്ലാത്ത മനുഷ്യൻ. അത് ജെ.സി. സാർ സംവിധാനം ചെയ്തിട്ടുണ്ട്. ആ രക്തമില്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞ സിനിമയിലും സിന്ദൂരത്തിലും ജെ.സി. സാറിൻ്റെ സിന്ദൂരത്തിലും മനോഹരമായ പ്രകടനമായിരുന്നു ജയഭാരതിയുടേത്. അതിൽ ഐ.വി. ശശിയുടെ ഇതാ ഇവിടെ വരെ, വാടകയ്ക്കൊരു ഹൃദയം മുതലായ സിനിമകളിലും നല്ല വേഷങ്ങളായിരുന്നു. ശശികുമാർ സാറിൻ്റെ ഒരു വർഷം ഒരു മാസം, എം.ജി. സോമൻ ഡബിൾ റോൾ ചെയ്ത പടത്തിലും നല്ല വേഷമായിരുന്നു. സേതുമാധവൻ സാറിൻ്റെ പുനർജന്മം, മറുപക്കം എന്ന് പറഞ്ഞ തമിഴ് പടം
നാഷണൽ അവാർഡൊക്കെ കിട്ടിയ മറുപക്കം. ഹരിഹരൻ്റെ രാജഹംസം, പിന്നെ സായുജ്യം, പിന്നെ ഉദയയുടെ കുറേ വടക്കംപാട്ട് സിനിമകളിലൊക്കെ എന്താ പറയുക, ജയഭാരതി മനോഹരമായി ചെയ്ത വേഷങ്ങളുണ്ടായിരുന്നു. അടുത്ത ഒരു കഥ കൂടി ജയഭാരതിയുടെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഹരിപ്പോത്തൻ്റെ ഒരു കഥ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അടൂർ ഗോപാലകൃഷ്ണനും കുളത്തൂർ ഭാസ്കരൻ നായരുടെയും നേതൃത്വത്തിൽ രൂപം കൊണ്ടതാണല്ലോ ചലച്ചിത്ര പ്രസ്ഥാനം ചിത്രലേഖ. ഒരു വലിയ പ്രസ്ഥാനമായി മാറിയനെ. ഈ രണ്ടുപേരുടെ ഈഗോ വർക്കൗട്ട് ആകാതിരുന്നെങ്കിൽ ചിത്രലേഖ ഇപ്പോഴും നിലനിന്നനെ. പക്ഷേ എന്തുകൊണ്ടോ രണ്ടുപേരും മനസ്സുകൊണ്ട് അകന്നുപോയി. തിരുവനന്തപുരത്ത് ആക്കുളത്ത് മനോഹരമായ കുന്നിൽ ചിത്രലേഖ സ്റ്റുഡിയോ വന്നു, ക്യാമറ വന്നു, ഒരുപാട് സിനിമകൾ അവിടെ ചിത്രീകരിച്ചു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ബോധ്യം ശരിയാണെങ്കിൽ, ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത വചനം എന്ന് പറഞ്ഞ സിനിമയാണ് അവസാനമായി ചിത്രലേഖയിൽ ചിത്രീകരിച്ചതെന്ന് തോന്നുന്നു. കാരണം ഞാൻ അവിടെ സെറ്റ് കവർ ചെയ്യാനായിട്ട് പത്രക്കാരനായിട്ട് പോയിട്ടുണ്ട് വചനത്തിൻ്റെ. അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് അതിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ വന്ന നമ്മുടെ ടി.എ. റസാക്കിനെ പരിചയപ്പെടുന്നത്. അന്ന് റസാക്ക് ഈ ഒരു ജോൺ അബ്രഹാം സ്റ്റൈലിലാണ് നടന്നിരുന്നത്. അവിടെ വെച്ചാണ് ഞാൻ പരിചയപ്പെട്ടത്. ചിത്രലേഖ ഒരു സിനിമ ചെയ്യുന്നു, കുടുംബാസൂത്രണത്തെ ആധാരമാക്കി. യൂണിസെഫാണ് അത് നിർമ്മിക്കുന്നത്. അതിൻ്റെ പൈസ മുടക്കുന്നത് യൂണിസെഫാണ്. പ്രതിസന്ധി എന്നായിരുന്നു പേര്. അതുപോലെ തന്നെ അവർ ഉള്ളത് മതി എന്ന് പറഞ്ഞ് വേറൊരു കുടുംബാസൂത്രണ ചിത്രവും നിർമ്മിച്ചിട്ടുണ്ട്. ഇതേ വിഷയത്തിൽ തന്നെയാണ് അതും ചെയ്തത്. അതിലെ പാട്ടുകളും ഹാസ്യരംഗങ്ങളും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു ഉള്ളത് മതിയിൽ. അടൂർ ഗോപാലകൃഷ്ണനോട് ഇപ്പോഴും ആരെങ്കിലും താങ്കളുടെ ആദ്യ ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു മടിയുമില്ലാതെ അദ്ദേഹവും പറയും. അദ്ദേഹത്തിൻ്റെ വിധേയന്മാരായ ഈ എന്താ പറയുക എഴുത്തുകാരുണ്ടല്ലോ, അടൂർ ഗോപാലകൃഷ്ണൻ ഒരുപാട് വിധേയന്മാരുണ്ടല്ലോ, അവരോട് ചോദിച്ചാലും പറയും സ്വയംവരം, അടൂർ സാറിൻ്റെ പടം സ്വയംവരമല്ലേ എന്ന് പറയും. അടൂരിനോട് ചോദിച്ചാലും അടൂരും പറയും സ്വയംവരമാണെന്ന്. ഒരാൾ പോലും അതല്ലല്ലോ സാറിൻ്റെ ആദ്യത്തെ പടമെന്ന് തിരിച്ച് ചോദിക്കുകയില്ല. അല്ലെങ്കിൽ അവരിങ്ങോട്ട് ചോദിക്കും, അല്ലാതെ നിങ്ങളെന്താ വിചാരിച്ചത് വേറെ ഏതാ പടം അദ്ദേഹം സംവിധാനം ചെയ്ത് എന്നേ ചോദിക്കുള്ളൂ. എന്നാൽ ഞാനിപ്പോൾ പറയുന്നു, പ്രതിസന്ധി എന്ന് പറഞ്ഞ സിനിമയാണ് അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ. രണ്ടാമത്തതാണ് സ്വയംവരം. സ്വയംവരം എടുക്കുന്നതിനും 5 വർഷം മുൻപ് ചെയ്തതാണ് പ്രതിസന്ധി. പാട്ടുകളും കോമഡിയും ഒക്കെയുള്ള സിനിമയായിരുന്നു പ്രതിസന്ധി. അതുകൊണ്ട് തന്നെയാകണം ഈ പാട്ടും എന്താ പറയുക കോമഡിയൊക്കെ ഉള്ള സിനിമ ഞാൻ ചെയ്യാമോ? ഞാൻ ഈ സമൃദ്ധമായ നരച്ച തലമുടിയും ജുബ്ബയായിട്ട് നടക്കുമ്പോൾ സ്വയംവരം എലിപ്പത്തായ മുഖാമുഖം എന്നൊക്കെ പറയാമോ? അതിൽ പ്രതിസന്ധി പറയാൻ പാടില്ല എന്ന് പിന്നീട് അദ്ദേഹത്തിന് തോന്നിക്കാണും. എന്തായാലും അടൂർ ഗോപാലകൃഷ്ണൻ ഇതുവരെയും അതിൻ്റെ പിതൃത്വം ഏറ്റെടുത്തിട്ടേയില്ല. അതിലെന്തോ അദ്ദേഹത്തിനൊരു വിമുഖതയുണ്ട്. ഞാൻ ചെയ്ത പടമാണ് എന്ന് പറയാറില്ല. അല്ലെങ്കിൽ ആദ്യ സിനിമ ചെയ്ത ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇതല്ല എൻ്റെ തട്ടകം എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അദ്ദേഹം പറയും എൻ്റെ സിനിമ സ്വയംവരമാണ് എന്ന് പറയും. പക്ഷേ ഈ പ്രതിസന്ധി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ കണ്ടിട്ടുള്ളവർ പറയുന്നത് നല്ല രസമുള്ള സിനിമയായിരുന്നു എന്നാണ് പറയുന്നത്. എം.ജി. സോമനും ജയഭാരതിയും അടൂർ ഭാസിയും കരമന ജനാർദ്ദൻ നായരും ഒക്കെ ആയിരുന്നു പ്രതിസന്ധിയിൽ ഉണ്ടായിരുന്ന അഭിനേതാക്കൾ. കരമനയെ ഒഴിച്ച് മറ്റാരെയും ഈ പറഞ്ഞവരിൽ നിന്നും പിന്നെ ഒരു സിനിമയിലും അടൂർ ഗോപാലകൃഷ്ണൻ സഹകരിപ്പിച്ചിട്ടില്ല. അത് എം.ജി. സോമനെ ആയാലും ശരി, ജയഭാരതി ആയാലും ശരി, അടൂർ ഭാസി ആയാലും ശരി, ഇവരെ ആരെയും പിന്നെ കരമന ജനാർദ്ദൻ നായരെ നായനാക്കിയല്ലോ എലിപ്പത്തായത്തിൽ. ആദ്യ ദിവസം ചിത്രലേഖയിൽ ചിത്രീകരണം തുടങ്ങി. അതിനുള്ള ലൈറ്റപ്പുകളൊക്കെ നടക്കുകയാണ്. ചിത്രീകരണം തുടങ്ങാനുള്ള ലൈറ്റപ്പുകളൊക്കെ നടക്കുകയാണ്. അങ്ങനെ ലൈറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുന്നിലേക്ക് ഒരു ബെൻസ് കാർ ഇങ്ങനെ ഒഴുകി വന്ന് നിന്നു. ആ ബെൻസ് കാർ ഒഴുകി വന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ പൊട്ടിച്ചിരിയോടെ സെറ്റിലുണ്ടായിരുന്ന ജയഭാരതി ഓടി ആ കാറിനടുത്തേക്ക് എത്തി. വന്നത് പ്രശസ്ത നിർമ്മാതാവായ സുപ്രിയ ഫിലിംസിൻ്റെ ഉടമ ഹരിപ്പോത്തനായിരുന്നു. ഹരിപ്പോത്തനുമായി കുറച്ച് നേരം സംസാരിച്ചു. അദ്ദേഹം കാറിൽ തന്നെ ഇരുന്നു. കാറിൻ്റെ സൈഡിൽ നിന്ന് രണ്ടുപേരും കുറേ നേരം സംസാരിച്ചു. അതിനുശേഷം ജയഭാരതി അടൂരിൻ്റെ അടുത്തെത്തി. എനിക്ക് അദ്ദേഹത്തോടൊപ്പം പോകണം, പ്രശസ്തനായ നിർമ്മാതാവാണ്, ഞങ്ങൾക്കൊരു ഡിസ്കഷനുണ്ട്, എനിക്ക് പോകണം എന്ന് അടൂർ ഗോപാലകൃഷ്ണനോട് പറഞ്ഞു. ഈ ഷൂട്ടിംഗ് സ്ഥലത്തെന്നല്ല, ഒരു സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ കൃത്യവും കണിശക്കാരനുമാണല്ലോ അടൂർ. എന്നിട്ട് പോലും മനസ്സോടെ അടൂർ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. പണമുണ്ട്, പേരുണ്ട്, രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്, ആവശ്യത്തിലധികം അഹങ്കാരമുണ്ട് അക്കാലത്ത് പോത്തൻ കുടുംബത്തിന്. അതുകൊണ്ട് തന്നെ ഒരു വഴക്കിനോ വക്കാണത്തിനോ നിൽക്കേണ്ടെന്ന് അടൂരിന് തോന്നിക്കാണും. വലിയ സിനിമകൾ നിർമ്മിക്കുകയും അവയൊക്കെ ശ്രദ്ധേയമാവുകയും ചെയ്യുന്നതിനാൽ അടൂരോ ചിത്രലേഖയോ പ്രതിസന്ധിയോ ഒന്നും ഹരിപ്പോത്തന് പ്രശ്നമേ അല്ല. അത് വലിയ കച്ചവട മൂല്യമുള്ള സിനിമകൾ നിർമ്മിക്കുന്ന കാലമാണ്.
ഞാൻ നായികയെ വിളിച്ചുകൊണ്ട് പോയാൽ ഈ കൊച്ചു സിനിമ ചിത്രീകരണം നടക്കില്ല, ഒരിക്കലും ഒരു നിർമ്മാതാവായ ഞാനിത് ചെയ്യാൻ പാടില്ല എന്ന ചിന്തയൊന്നും ഈ അഹങ്കാരമുള്ളതുകൊണ്ട്, ഇഷ്ടംപോലെ കാശുണ്ട്, പേരുണ്ട്, പ്രശസ്തിയുണ്ട്, രാഷ്ട്രീയ പിൻബലമുണ്ട് എന്ന് തോന്നുന്ന മനുഷ്യൻ ഇതൊന്നും ചിന്തിക്കില്ല. ഇതൊരു കൊച്ചു പടമാണ്, ആദ്യമായിട്ടൊരു സംവിധാനം ചെയ്യുന്ന സിനിമയാണ്, ഞാൻ അവിടുന്ന് അതിലെ നായികയെ വിളിച്ചുകൊണ്ട് പോകുന്നത് ശരിയല്ല എന്ന് അദ്ദേഹത്തിന് തോന്നില്ല. ഞാൻ വിളിച്ചുകൊണ്ട് പോകും, എനിക്ക് തോന്നുമ്പോൾ വിളിച്ചുകൊണ്ട് പോകുന്നു. എനിക്കും എൻ്റെ നായികയ്ക്കും സമയമുള്ളപ്പോൾ താൻ ഷൂട്ട് ചെയ്താൽ മതി എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ജയഭാരതി പോയതിനാൽ മറ്റുള്ള നടീനടന്മാരെ വച്ച് അന്നുള്ള ചിത്രീകരണം നടത്തി. രണ്ടാം ദിവസം ഇന്നലെ ജയഭാരതി പോയതിനാൽ മാറ്റിവെച്ച സീൻ തന്നെ എടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങി. ഇന്നലെ വന്ന അതേ സമയത്ത് അതാ വരുന്നു ഹരിപ്പോത്തൻ്റെ ബെൻസ് കാർ. ഇന്നലത്തെ പോലെ തന്നെ പോകാൻ അനുമതി ചോദിച്ച് ജയഭാരതി അടൂരിൻ്റെ അടുത്തെത്തി. അദ്ദേഹം പെട്ടെന്ന് സ്ഥലകാല ബോധം മറന്ന് ആദ്യമായി സംവിധാനം ചെയ്യണമെന്ന ഒന്നും നോക്കില്ല. ക്ഷമ കെട്ടതുകൊണ്ടായിരിക്കും അദ്ദേഹം പൊട്ടിത്തെറിച്ചു. നിങ്ങളെ വച്ച് ഈ പടം ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു. സംവിധായകൻ്റെ വർത്തമാനത്തിന് വില പോലും നൽകാതെ ജയഭാരതി കാർ കയറി ഹരിപ്പത്തൻ്റെ കൂടെ പോയി. പ്രതിസന്ധിയിൽ നിന്നും ജയഭാരതിയെ ഒഴിവാക്കി. പകരം KPSC ലളിതയെ നായികയാക്കിയാണ് പ്രതിസന്ധി അദ്ദേഹം ഷൂട്ട് ചെയ്തത്. 1965 അടൂർ ഗോപാലകൃഷ്ണനും കൊളത്തൂർ ഭാസ്കരൻ നായരുമായി ചേർന്ന് ചിത്രലേഖ ഫിലിം സൊസൈറ്റി രൂപീകരിച്ചത്. നാഷണൽ സാമ്പിൾ സർവേയിൽ ലഭിച്ച ജോലി ഉപേക്ഷിച്ച് പൂന നാഷണൽ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടൂർ ഗോപാലകൃഷ്ണൻ ചേർന്നു. മെരിറ്റ് സ്കോളർഷിപ്പോടെ തിരക്കഥ രചനയും സംവിധാനവും പഠിച്ച് പുറത്തു വന്നു അടൂർ. ഇന്ത്യയിലെ ആദ്യ സിനിമാ നിർമ്മാണം ലക്ഷ്യമാക്കിയുള്ള ഫിലിം കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിച്ചു. അതാണ് ചിത്രലേഖ. ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിലെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിയായിരുന്ന IK ഗുജറാളാണ് ചിത്രലേഖയുടെ ശിലാസ്ഥാപനം നടത്തിയത്. അടൂർ ഗോപാലകൃഷ്ണൻ പ്രസിഡൻറ്റും കൊളത്തൂർ ഭാസ്കരൻ നായർ സെക്രട്ടറിയുമായാണ് ചിത്രലേഖയുടെ തുടക്കം. കാലങ്ങൾ കഴിയുമ്പോൾ ചിത്രലേഖയിൽ പ്രസിഡൻറ്റും സെക്രട്ടറിയുമായി അധികാര തർക്കം വരുന്നു. സെക്രട്ടറി ഭാസ്കരൻ നായരുടെ പക്ഷം നിന്ന ഭരത് ഗോപി അടൂർ ഗോപാലകൃഷ്ണനെ തല്ലാൻ പോലും തയ്യാറായി എന്നാണ് അണിയറ കഥകൾ. എത്ര സത്യമാണെന്ന് എനിക്കറിയില്ല. അതേ കൊടിയേറ്റത്തിലൂടെ നായകനാക്കിയ അടൂർ സാറിനെ തല്ലാൻ പോലും കയ്യോങ്ങി കൊളത്തൂർ ഭാസ്കരൻ നായർക്ക് വേണ്ടി ഭരത് ഗോപി എന്ന് പറയുന്നു. എന്തായാലും അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രലേഖ ഫിലിം സൊസൈറ്റിയിൽ നിന്ന് രാജിവെച്ചു. സാമ്പത്തിക ക്രൈസിസിലായ ചിത്രലേഖ KFCയിൽ നിന്ന്, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. അവർ ലോൺ മുടങ്ങിയ കാരണം ജപ്തി നോട്ടീസ് അയച്ചു. ജപ്തി ചെയ്യാൻ തീരുമാനിച്ചു. സ്റ്റുഡിയോ കോംപ്ലക്സും പറമ്പും സതേൺ എയർ കമാൻഡ് ഏറ്റെടുത്തു. ഇപ്പോൾ സതേൺ എയർ കമാൻഡിൻ്റെ ആസ്ഥാനമാണ് ആക്കുളം. ഞാൻ ഈ പറഞ്ഞ 3 കഥകൾ ഇപ്പോൾ ഹരിപ്പോത്തൻ എന്ന് പറഞ്ഞ ഒരുപാട് നല്ല സിനിമകൾ നിർമ്മിച്ച, ഇത് നിർവേദമടക്കം, നദിയടക്കം, നിഴലാട്ടമടക്കം ഒരുപാട് സിനിമകൾ നിർമ്മിച്ച നിർമ്മാതാവും വിതരണക്കാരനുമായ സുപ്രിയ ഫിലിംസിൻ്റെ എല്ലാമായ ഹരിപ്പോത്തൻ്റെ 3 കഥകളാണ്. ആർക്കും അറിയാമോ എന്ന് എനിക്കറിയില്ല. ഇന്നത്തെ കാലത്ത് ആരും അറിയാൻ വഴിയില്ല. കാരണം അദ്ദേഹം മരിച്ചു പോയിട്ട് കാലങ്ങളായില്ലേ. ജയഭാരതി ജീവിച്ചിരിപ്പുണ്ട്, നസീർ സാറില്ല, ഇതിൽ പറയുന്ന പലരുമില്ല. സേതുമാധവൻ സാറില്ല, മധുവൈപ്പനയാണെങ്കിൽ കോമ സ്റ്റേജിൽ വീട്ടിൽ കിടക്കുന്നു. എങ്കിലും ഈ നിർമ്മാതാവിൻ്റെ ഒരു 100 കഥകൾ എനിക്കറിയാമെങ്കിലും അതിൽ നിന്ന് ഏറ്റവും സെലക്റ്റീവായ 3 കഥകളാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തോട് യാതൊരു വ്യക്തിവിരോധമൊന്നുമില്ല. പക്ഷേ ഒരു കാലത്ത് മലയാള സിനിമ മദ്രാസിൽ അടക്കി വാണിരുന്ന ചിലരിൽ ഒരാളാണ് ഹരിപ്പോത്തൻ. അദ്ദേഹം പറയുന്ന ന്യായം, അദ്ദേഹം പറയുന്ന നീതി, അതിനപ്പുറം ആരെങ്കിലും എതിർത്ത് സംസാരിച്ചാൽ അവരെ എങ്ങനെ വേണമെങ്കിലും നേരിടാൻ തയ്യാറായിരുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ എപ്പിസോഡ് ചെയ്തത്. ഇതിലും നിൻ്റെ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ എല്ലാം പറയാവുന്ന തെളിവുകൾ എൻ്റെ കൈവശമുണ്ട്. അത് വച്ച് തന്നെയാണ് ഞാനിത് സംസാരിച്ചത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, എനിക്ക് പ്രിയപ്പെട്ട നടിമാരിൽ, നമ്മുടെ നായികമാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് ജയഭാരതി. തിരുവനന്തപുരത്ത് ചാലക്കമ്പോളത്തിൽ പാണ്ഡുരംഗ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റോറുണ്ട്. ആ സ്റ്റോറിൻ്റെ അവർ രശ്മി എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു 2ാമത്തെ ഒരു സ്ഥാപനം തുടങ്ങിയപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ജയഭാരതിയാണ്. അന്ന് ഞാൻ ചെറിയ പ്രായം, മെലിഞ്ഞ് ചെറിയ ആളാണ്. ഞാനിങ്ങനെ കൗതുകത്തോടെ നോക്കി നിന്നു ഭാരതി ചേച്ചിയെ. അവരുടെ കഥ പറയാൻ ഞാൻ ജയഭാരതി ചേച്ചിയുടെ കഥ പറയാം. പക്ഷേ എങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ പറ്റിയ 2 തെറ്റുകൾ എന്താണ് എന്ന് ചോദിച്ചാൽ അവരുടെ വിവാഹ ജീവിതത്തിൽ പറ്റിയതാണെന്ന് ഞാൻ പറയും. ഹരിപ്പോത്തനെ ആയാലും ശരി, അനൗദ്യോഗികമായി ഭർത്താവായി ഹരിപ്പോത്തനെയും ഔദ്യോഗികമായി സത്താറിനെയും കല്യാണം കഴിച്ചതാണ്
ജയഭാരതിക്കുണ്ടായ ഏറ്റവും വലിയ പരാജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും അവർ എന്താ പറയുക, നൃത്തവും ഒക്കെ ആയിട്ട് ഇപ്പോഴും നല്ല ആക്റ്റീവാണ്. കഴിഞ്ഞ അമ്മയുടെ ജനറൽ മീറ്റിങ്ങിന് വന്നിട്ട് ഞാനത് നമ്മളൊരു എപ്പിസോഡ് ചെയ്തു. എത്ര ആക്റ്റീവായിട്ടാണ് അവരെ അവിടെ സംസാരിച്ചത്. അതുപോലെ തന്നെ അവർ പറഞ്ഞു, എന്നെപ്പോലെ സാമ്പത്തിക സ്ഥിതി മോശമല്ലാത്ത ആൾക്കാർക്ക് അമ്മ കൈനീട്ടം കൊടുക്കരുത്, അത് തെറ്റാണ്. ഒരു നേരത്തെ ആഹാരം വാങ്ങാൻ അല്ലെങ്കിൽ ഒരു ഇൻസുലിൻ എടുക്കാൻ കഴിവില്ലാത്ത എത്രയോ പാവങ്ങളുള്ളപ്പോൾ അവർക്ക് വേണം കൊടുക്കാൻ, അവർക്കാണ് അതിൻ്റെ മെരിറ്റ്. എന്നെപ്പോലുള്ളവർക്ക് കൈനീട്ടം തരരുത് എന്ന് പറഞ്ഞ ചുരുക്കം പേരിലൊരാളാണ് ജയഭാരതി. അവരെ എന്താ പറയുക, സ്വയം അങ്ങ് ഒതുങ്ങിയതുപോലെ അങ്ങ് സിനിമയിൽ നിന്ന് അങ്ങ് ഒതുങ്ങിപ്പോയി. പലരും പലതും പറയും, അവരെ സഹിക്കാൻ പാടെന്നാണ് പലരും പറയുന്നത്. ഞാനൊരു വർക്കിലും സഹകരിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. എന്തായാലും ഈ കഥ, ഇതിൽ പറഞ്ഞ 3 കഥകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.